വണ്ടിയുടെ സൈഡിലത്തെ സംഭവം ഫുള്ള് പായ കിട്ടുക നമ്മൾ ഇങ്ങനെയാ. സംഭവം സെറ്റാക്കാണ്. ഈ സൈഡ് ഇതേപോലെ തന്നെ ഇത് മാത്രം തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ ആ ഒരൊറ്റ മുള്ള അങ്ങനെ നിൽക്കും. ഇതാണ് സംഭവം അല്ലേ, ടാപ്പിംഗ് എന്ന് പറയും. അതേപോലെ നമ്മുടെ ഭാരത് ബെൻസുമേ ക്ലിയർ അടിച്ചോണ്ട് ഈ വണ്ടിയിലും കേട്ടോ. ആയിത്തോരെ ഉണ്ടാക്കുമ്പോൾ മാത്രം പ്രയാസമുള്ളൂ അല്ലേ. എന്നോട് പറയണ്ട എന്റെ കുറ്റം. ഇക്കടെ ഫുൾ സ്വസ്ഥത കളഞ്ഞിട്ടുള്ള ആളിപ്പോ ഞാനാണ്. എനിക്ക് മാനസിക വിഷമമായി തുടങ്ങി. അപ്പൊ ഇതുമായിട്ട് വെട്ടിമറിക്കുമ്പോ ഈ പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് മറിച്ചാലും കുഴപ്പമില്ല. നമുക്കൊരു പണിയാ ആ അളവിൽ അതൊരു വൃത്തിയായിട്ട് വണ്ടിയുടെ മുകളിൽ നിന്ന് മറ്റേ തലക്കെട്ട് ഊരി വെച്ചു കേട്ടോ. അതിന്റെ ഉള്ളിൽ കൂടെ പായ കടന്നു വരുന്നതാണ് പറയണത്. എന്ന് പറഞ്ഞത് മസ്റ്റാണോ ഈ മുകളിലേക്കുള്ള സംഭവങ്ങളൊക്കെ? ഇപ്പൊ നിങ്ങളുടെ ഐഡിയയിൽ ഈ ലോങ് പോവാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓടുമ്പോ വേറെ എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഭാരത് ബെൻസിന്റെ ഇല്ലേ ഈ ഒരു ഗ്യാപ്പ് ലേശം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയും കിടക്കാം, ഇതിലും കിടക്കാം അല്ലേ. ഈ സെൻസർ അതിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഉറക്കം വരുമ്പോ തന്നെ ഓറഞ്ച് കളറുള്ള അടിപൊളി പെൻസും. എനിക്ക് അറിയില്ല, എന്തായാലും ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. കൂടാണ്ട് ഞാൻ എന്റെ വക അപ്പൊ അതുകൊണ്ട് തന്നെ ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്ന് വലിച്ച് സ്ട്രോങ് ആക്കണ്ട് കേട്ടോ. ഇത് പുതിയ വണ്ടിയാണോ? പിന്നെ ബാക്കിയുള്ളതൊന്നും പോയിട്ടില്ല. ചെറിയ നമ്മുടെ ഇതിന് വേണ്ടി മാത്രമുള്ള ഈ ഒരു ഷേപ്പിൽ ഇതേ ബസ്സുകളെ കിടക്കണേന്ന് നോക്കിയാ. എവിടേക്ക്? ഗിയറിന്റെ നോബ് ഇങ്ങനെ ഈ കാണുന്ന വീട്ടിലെ ചേട്ടന്റെ ഇതാണ് നമ്മൾ വണ്ടി ചേട്ടന്മാരൊന്ന് ഫ്രീ ആയത്. നമ്മുടെ സ്പീക്കർ എവിടെയാ ഇപ്പൊ ഇതുപോലത്തെ നമ്മളിപ്പോ വണ്ടിയിലേക്ക് വേണ്ടി വെക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്, നോൾ ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് നമ്മൾ ക്യാമറ കടയിലാണ്. ഓരോ ദിവസം ഓരോരോ കടകളിലും മാറി മാറി വന്ന് നിൽക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് CCTV ഫിറ്റ് ചെയ്യണമെന്നും അത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിൽ ഒരു കടയുണ്ട്, ഐ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ്. അവിടെ ക്യാമറകളൊക്കെ ഇഷ്ടം പോലെ എൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മേടിച്ചതൊക്കെ ഇവിടെ നിന്നായിരുന്നു റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ക്യാമറകളും കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന സംഭവത്തിനേക്കാളും വില കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് ഞാൻ 2-3 സംഭവങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം നമ്മുടെ വണ്ടിയിലേക്ക് വെക്കാവുന്ന രീതിയിലുള്ള സംഭവമുണ്ട്. എൻ്റെ ഓണർ വിത്ത് മുതലാളിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്, എൽദോസ്. അപ്പോൾ ആൾ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയാണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കമ്പനിയുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? ഇത് സീരീസ് എന്ന് പറഞ്ഞ ഇതാണ് ഹിക്യൂഷൻ ബ്രാൻഡിന്റെ മോഡലാണ്. ഇതിലുള്ള കുറെ ഗുണഗണങ്ങളൊക്കെ എന്തായിരുന്നു? ഓട്ടോ ട്രാക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോ ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെങ്ങനെ ട്രാക്ക് ചെയ്ത് ക്യാമറ തന്നെ അങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ നമ്മള് ആണ്. 2-way ടോക്ക് ഉണ്ട്. 2-way ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ സംസാരിക്കാം, ഒപ്പം മൊബൈലിൽ കാണുമ്പോൾ മൊബൈലിൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ. അതായത് നമ്മളുടെ ഇപ്പൊ ഈ ഒരു ക്യാമറയിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറയിലുള്ള വിഷ്വൽസ് നമ്മൾ എവിടെ ആയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ട്രാക്ക് ചെയ്ത് ഇപ്പോൾ ഡ്രൈവറെയാണ് മോണിറ്റർ ചെയ്ത് ഇരിക്കണം, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് 360 ആയതുകൊണ്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ മൂവിങ് എന്നുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടർ വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് 4Gയുടെ സിം ഇടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെമ്മറി കാർഡ് 512 വരെ സപ്പോർട്ട് ചെയ്യും. 512 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് 3 മാസം വരെ റെക്കോർഡ് ചെയ്യും. പിന്നെ ആവശ്യമില്ലാത്ത സമയത്ത് റെക്കോർഡ് ചെയ്യില്ല. അതായത് അനക്കില്ലെങ്കിൽ നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ മോഷൻ ഉള്ളപ്പോൾ മാത്രം അത് അങ്ങനെ നമ്മൾ ഓൺ ഓഫ് ചെയ്ത് ഇടണം അല്ലേ? ശരിക്കും പ്രോഗ്രാമിലാണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ആയിരിക്കും അല്ലേ? കണ്ടിന്യൂസ് റെക്കോർഡും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തായിരുന്നു ഇതിനകത്ത്? 4K ആണോ ഇതിന്റെ? ഇത് തന്നെ 1080 HD 4K റെസൊല്യൂഷൻ ഉണ്ട്. 4K ഉണ്ട്. 4K ആണ്. 4K ഉണ്ട്, ഫുൾ HD ഉള്ളതുണ്ട്, HD ഉള്ളതുണ്ട്. ഇത് 4K ഇതിപ്പോ നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടല്ലേ? ഉണ്ടോ? 4K ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ സംഭവമാണ് നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈഫൈ എന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ വെക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1080 അതായത് റെസൊല്യൂഷനാണ് കേട്ടോ പറയുന്നത്, ഫുൾ HD. അത് 700 സംതിങ് ഒക്കെ ഉള്ളത് 1000 രൂപ മുതലൊക്കെ നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്വാളിറ്റി കാര്യങ്ങളുണ്ടാവില്ല നമുക്ക്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ്
ചെയ്യാൻ ഈ മെമ്മറി കാർഡിൽ നിന്ന് എടുത്ത് നമുക്ക് എന്താ പറയുക ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവില്ല, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ആകെ അങ്ങനെ പൊട്ടി ഒരു ഇതല്ലാണ്ട് നിൽക്കും. അപ്പോൾ കുറച്ച് പൈസ പോയി കഴിഞ്ഞാൽ നല്ല സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ആയാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇതിനകത്ത് മറ്റേ ഇത് ഇടാൻ പറ്റില്ല, അതായത് സിം ഇടാൻ പറ്റില്ല. അതിന് റോട്ടർ പിന്നെ നമ്മൾ വീട്ടിലുള്ള വൈഫൈയിൽ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ വണ്ടിയിലേക്ക് പറ്റില്ലല്ലോ. വണ്ടിയിലാണെങ്കിൽ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്കൊരു ക്യാമറ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ മൊബൈലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, വൈഫൈ കണക്ഷൻ, അത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യോ? ഹോട്ട്സ്പോട്ട് സപ്പോർട്ട് ചെയ്യോ അല്ലേ? അത് ഇതിനും സപ്പോർട്ട് ചെയ്യോ? അതെ. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ അല്ല, നമ്മുടെ ഡ്രൈവറുടെ മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നെറ്റോ അത് തന്നെയല്ല, പെട്ടെന്ന് അത് തീർന്നു പോവുകയും ചെയ്യും. അത് ശരി ഇതാണെന്നല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സംഭവമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സംഭവങ്ങളോടും കൂടിയിട്ട്, അതായത് കിട്ടുന്നതിൽ ഉള്ളതിലേക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളതിലേക്ക് നല്ലൊരു ക്യാമറയാണ് നമ്മൾ വെച്ചിട്ടുള്ള. ക്ലാരിറ്റിയും കാര്യങ്ങളും അവൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളത് എനിക്ക് കാണിച്ചു തന്നു. അത് തന്നെയല്ല, ഇപ്പോൾ നമ്മളുടെ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. CCTV ക്യാമറകൾ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരുപാട് ടൈപ്പ് സംഭവങ്ങളുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. അപ്പോൾ അത് പല ഉപയോഗത്തിന് പല ടൈപ്പ് സാധനങ്ങൾ വെക്കാന്ന് പറയില്ലേ. ഇത് നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും, അതുപോലെ വിലയും കുറവൊക്കെ ഉണ്ടെങ്കിലും. കളറുള്ളതാണ്, കളർ വ്യൂ ടൈപ്പ് ആണ്. കളർ വ്യൂ പറഞ്ഞ കളർ നൈറ്റിലും കളറിൽ തന്നെ റെക്കോർഡ് ആവും. നമ്മളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ വരിക? അതിലെ കളറുണ്ട്. ഇത് വീട്ടിൽ വെക്കണേല് ക്യാമറകളാണ്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ്. ഒറ്റ ഒരു പൊസിഷനിൽ നിൽക്കുള്ളൂ അല്ലേ? പിന്നെ ഇത് 2MP, ഇത് 5MP. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടൈപ്പ് ആണ്. ഇത് നമുക്ക് തിരിക്കാൻ പറ്റില്ല, ഇത് ജ്വല്ലറികളിലൊക്കെ വെക്കുന്ന ടൈപ്പ്. പിന്നെ അത് DVRs. പിന്നെ ഇത് വലിയ നമുക്ക് ഏകദേശം ഇതിനൊക്കെ വരുമ്പോ ഏകദേശം ഒരു 35,000 രൂപ ശരിക്കും നമുക്ക് ഒരു 200 മീറ്റർ വരെ നമുക്ക് റൊട്ടേഷൻ ചെയ്ത് മീറ്റർ നമുക്ക് സൂം ചെയ്യാം. 200 മീറ്റർ സൂം ചെയ്യാവുന്നുണ്ട്, 500 മീറ്റർ സൂം ചെയ്യാം, പല ടൈപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇതിന്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മള് IT എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്താ പറയാ വലിയ കടകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഫുള്ള് സെറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഇതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവർ വന്ന് ചെയ്തു തരും. പിന്നെ അതിൻ്റെ AMCയും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ആളെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ കൂടി പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് വിളിക്കാൻ പറ്റും, എല്ലാവരും കാണുകയാണെങ്കിലൊക്കെ. ഓക്കെ, എൻ്റെ നമ്പർ 9744841919. പിന്നെ ഓഫീസ് നമ്പർ ഉണ്ട്, ഓഫീസിൻ്റെ പേര് IG8 നെറ്റ്വർക്ക്സ് എന്നാണ്. 7034112228. അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്യാമറകളുടെ വില കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എന്താവശ്യങ്ങളും ക്യാമറകളെ സംബന്ധിച്ചുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മേടിച്ചു. ഇനിയിപ്പോൾ ഈ സംഭവം ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ ലാപ്ടോപ്പിലേക്ക് ആക്കി, അതേപോലെ തന്നെ എൻ്റെ ഫോണിലേക്ക് അതിൻ്റെ ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്കത് ചെക്ക് ചെയ്ത് കൂടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നോക്കാം അല്ലേ. ഇത് നമ്മുടെ CCTV ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത സൗണ്ടും അതേപോലെ വിഷ്വലാണ് കേട്ടോ. നല്ല ക്ലിയർ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഇട്ട് ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നാ കേട്ടോ. ക്യാമറ കടയിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ചു വന്നിട്ടുള്ളത് നമ്മളുടെ സ്പീക്കർ നന്നാക്കാൻ കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ സ്പീക്കർ ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേക്കും ഇവർ അടച്ചു പോയി. അതുണ്ടായി 2 ദിവസം ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് കാരണം അടുക്കാൻ പറ്റിയില്ല, ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ദിവസം തിരക്ക് കുറഞ്ഞത്. ചേട്ടന്മാരൊന്ന് ഫ്രീ ആയത്. നമ്മുടെ സ്പീക്കർ എവിടെയാ ഇവിടെ നന്നാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറയുന്നത് സൂപ്പർ സാധനം എന്നല്ലേ? എത്ര വില കൊടുത്താലും ഇതേപോലത്തെ നല്ലത് കിട്ടില്ലല്ലോ വേറെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ നന്നാക്കിയാൽ മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചേട്ടന്മാർ ക്ലീൻ ആക്കി തന്നു. ഇനിയിപ്പോൾ നേരെ ഇത് എറണാകുളത്തോട്ട് കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് സ്പീക്കറിൻ്റെ കട. ഇത് ചെട്ടിയങ്ങാടി, തൃശ്ശൂർ ചെട്ടിയങ്ങാടിയിലാണ് ഈ സ്പീക്കറിൻ്റെ കട വരുന്നത്. ഇതിൻ്റെ പേരും ചേട്ടാ എന്തായിരുന്നു ചേട്ടാ? ഇതിൻ്റെ പേര് SP ഇലക്ട്രോണിക്സ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള സ്പീക്കറുകളുടെ കേടായി കഴിഞ്ഞാൽ അതിൻ്റെ കോയിൽ മാറ്റുക, പേപ്പർ മാറ്റുക, അത് തന്നെയല്ല സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വർക്ക് ഉണ്ടെങ്കിലും എല്ലാ സംഭവവും ഇവർ ലൈവിൽ അപ്പം തന്നെ, അതായത് ആൾ വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്കപ്പം മേടിച്ചോണ്ട് പോവാം നന്നാക്കിയിട്ട് അല്ലേ? അങ്ങനെയല്ലേ സെറ്റപ്പ്? അതെ, അപ്പയ്ക്കപ്പോൾ അതിപ്പോൾ ഇവിടെ ചേട്ടൻ വന്നിരിക്കുന്നുണ്ട്, നന്നാക്കാൻ കൊടുത്തു, അപ്പയ്ക്ക് എന്നെ ശരിയാക്കി തരും. പക്ഷെ നമ്മളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് തന്നെയല്ല മുന്നേ എടുത്തിട്ടുള്ള സംഭവങ്ങൾ കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ 2 ദിവസം വൈകി. അല്ലെങ്കിൽ ആൾ പിന്നെ അത് തന്നെയല്ല അതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് നിന്ന് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആൾ പടപടേന്ന് പറഞ്ഞിട്ട് ചെയ്ത് തന്നേനത്. സ്പീക്കറുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത്രയധികം സ്പീക്കറുകൾ പെൻഡിങ് ഉള്ളപ്പോൾ നമുക്ക് വന്ന് എന്താ പറയുക പെട്ടെന്ന് ചെയ്തു ആ ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെർഫോമൻസ് ബേസിസ് ശരിയായില്ലെങ്കിൽ അപ്പോൾ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ് ഇത്തിരി സമയം എടുത്തിട്ട് നന്നാക്കി ചെയ്ത് തന്നാൽ മതി. അപ്പോൾ നമ്മുടെ 2 കഴിഞ്ഞു. ഇത് നേരെ മേടിച്ച് ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സ്പീക്കർ കാണിച്ചു തരാം ആദ്യം.
ഇത് ചേട്ടൻ തന്നെ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തന്നു. നമുക്ക് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നിലവിൽ ചേട്ടാ ഇതിൻ്റെ ഉള്ളിൽ പൊടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ? അതെ അതെ, കുറേ കാലമായി ഉപയോഗിക്കാണ്ടിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് അഴിച്ച് ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് കോയിലിൻ്റെ അവിടെ ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബ്ലൂ പങ്ക്തിൻ്റെ സാധനമാണ്. ഇതിൻ്റെ ചേട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? ഇതിൻ്റെ മറ്റെന്താ പറയുക, സ്കൂട്ടർ അടിപൊളിയാന്നല്ലേ, ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും പയനിയർ ഒന്നും വേണ്ട, ഈ സംഭവം തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഇതാക്കിയത് കേട്ടോ. അത് 2 ഉണ്ട്, പെയറുണ്ട്, ഇതിൻ്റെ ഓലകടി ഉണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറായി, നമ്മുടെ പഴയ പെർഫോമൻസിനേക്കാളും അടിപൊളിയായി സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നേരെ എറണാകുളത്ത് നിന്ന് കൊടുക്കണം കേട്ടോ. തൊട്ടപ്പുറത്തുനിന്ന് നമ്മളുടെ 2 ഗ്രില്ലും അതുപോലെ 2 സ്പേസറും കൂടി മേടിച്ചു കേട്ടോ, നമ്മുടെ സ്പീക്കർ ഫിറ്റ് ചെയ്യുമ്പോഴേ. കാരണം അത് സ്പേസറും കൂടിയിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുമ്പോൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേപ്പറും സംഭവങ്ങളൊക്കെ നാശമോ അതേപോലെ ആ ട്യൂട്ടറൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രില്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ അത് മേടിക്കാനും കൂടി പോയി കേട്ടോ. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ വണ്ടി വാങ്ങിയ ചേട്ടൻ്റെ അടുത്തേക്കാണ് കേട്ടോ, ആളുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളും കിട്ടിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ടെസ്റ്റിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട്. ടെസ്റ്റിൻ്റെ ഫീസും കാര്യങ്ങളും അടച്ച് അതിൻ്റെ ചലാൻ കിട്ടിയിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടി കഴിയുമ്പോൾ വണ്ടി ടെസ്റ്റിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിലവിൽ അതിൻ്റെ ടെസ്റ്റിൻ്റെ ഫീസ് അടയ്ക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ എന്തെങ്കിലും ചെറിയ പേപ്പറുകൾ കുറവുണ്ടോ, പൊല്യൂഷനോ ഏതെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയത് എടുത്തതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ അടുത്തേക്ക് പോകാം. പിന്നെ നമുക്കൊരു ജാക്കി, ആ വണ്ടിയിൽ ജാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആള് പറഞ്ഞ ജാക്കിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാക്കിയും കാര്യങ്ങളും വണ്ടിയിലേക്ക് എടുത്ത് വെക്കണം. അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവണം, അറിയില്ല, ചോദിച്ചു നോക്കണം. ഉണ്ടെങ്കിൽ അതും മേടിക്കണം പുള്ളിയുടെ അടുത്ത് നിന്ന്. പിന്നെ പേപ്പറുകൾ മേടിക്കണം. പിന്നെന്താ അങ്ങനെയുള്ള അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി മേടിച്ച ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ ഫുള്ള് മേടിച്ചു വിട്ടത്. ഈ കാണുന്ന വീട്ടിലെ ചേട്ടൻ്റെ ഇതാണ് നമ്മൾ വണ്ടി മേടിച്ചത്. അവർക്ക് കുറേ വണ്ടികളുണ്ട്. അപ്പോൾ വണ്ടികൾ ഇതേപോലെ ടയറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന സ്ഥലം, അതേപോലെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ആളുടെ ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി നേരെ എറണാകുളത്തേക്ക് പോകാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ഈ പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കേണ്ട. എല്ലാ പേപ്പറും ഇല്ല, GPS-ൻ്റെ പേപ്പറില്ല, അതുപോലെ തന്നെ സ്പീഡ് ഗവർണറിൻ്റെ ഇല്ല. ഇതൊക്കെ ആളുടെ ഏജൻറ് ഉണ്ട്, ആളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ച് മേടിക്കാൻ കുറച്ച് അൽട്ര ചില പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് പോകുള്ളൂ കേട്ടോ. ഗായ്സ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിലേക്ക് വന്നതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ മുത്തും കാച്ചേരിയിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ഞാൻ മണ്ണത്തി വഴിക്കാണ് പോകണത്. അപ്പോൾ അത് കാരണം ഇവർക്ക് പോകാനെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവരെ കാക്കയിൽ ഇറക്കി കൊടുത്തിട്ട് വേണം നേരെ എനിക്ക് എറണാകുളത്തേക്ക് പോകാനായിട്ട്. ഇറക്കി കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല ലോഡാവുന്നു. ലോഡല്ല ഗൈസ്, ലോഡല്ല. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇനി ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നത്. ഞാൻ വരുമ്പോൾ എല്ലാ ദിവസവും നേരെ വൈകുമല്ലോ. അപ്പോൾ മുത്തിനാണെങ്കിൽ ക്ലാസ് ഇല്ല, പരീക്ഷയൊക്കെ തുടങ്ങാൻ പോവാണ്. മുത്താണെങ്കിൽ ചെറിയൊരു പണിയിലാണ്. അതായത് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ ശീലിക്കുമ്പോഴാണ് ഒരു വീട്ടിലെ ഉത്തരവാദിത്തമുള്ളൊരു കുട്ടിയായി മാറുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ ഉത്തരവാദിത്ത എന്താ പറയുക പണി അവന് കൊടുത്തിരിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് വന്നിട്ടുള്ളൊരു സമയമാണ് ഈ കാണുന്നത് കേട്ടോ നിങ്ങൾ. വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അവൻ ചായ കുടിച്ചു, 2 മണിയായപ്പോഴേക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. ബാ പോവാ നമുക്കെന്നാ, മതിയിടാ ബാ. അപ്പോൾ എന്താ പറയുക, ഇനി അവിടെ ചെന്നിട്ട് ഇന്നത്തെ പണികൾ എന്തൊക്കെയായി, എവിടെ വരെയായി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്കൊന്നും നമ്മൾ പറഞ്ഞിട്ടുള്ള സൈഡിലത്തെ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഇന്ന് പണിതുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഞാൻ എന്നെ വിളിച്ചിട്ടില്ല, എന്തായാലും വിളിച്ച് ചോദിക്കാൻ വേണം. അതുപോലെ തന്നെ മുത്തിന് ക്യാമറ കാണിച്ചു കൊടുത്തു. മുത്ത് എന്താ പറഞ്ഞ ക്യാമറ കണ്ടിട്ട് നമ്മളുടെ വണ്ടിയിൽ വെക്കുന്ന ക്യാമറ അത് തന്നെയാണ്. അതല്ലടാ, അതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല, വൈഫൈന്ന് കണക്ട് ചെയ്യണതല്ലേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വണ്ടിയിൽ വെക്കണമെങ്കിൽ വൈഫൈ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് സിം കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ്. അങ്ങനെയാണ്. ഇതേ പോവാ. അപ്പൊ ഇനി ഇവരെ ഇതാണ് വിടാന്ന് പറഞ്ഞത്. ഞങ്ങളവിടെ വിട്ടാൽ മതി എന്ന് പറയും. പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സമയം മുഴുവൻ ചിറ്റിക്കും. ഇതാണ് ഇവരെ പരിപാടി. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. സ്പീക്കറൊക്കെ അടിപൊളിയാണ്, ഒക്കെ ടെസ്റ്റ് ചെയ്ത് മേടിച്ചു. പൊരിയാണ്. കുടുംബശ്രീ ഇറങ്ങ് കുടുംബശ്രീ. നോക്കിയേ, നമ്മളുടെ ഇവിടെ ഭാരത് ബെൻസിൻ്റെ ഗ്രില്ല്, അതുപോലെ തന്നെ ഭാരത് ബെൻസിൻ്റെ ബമ്പർ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാൻ നിന്നോട് ആയ കാരണം പറയാം. അല്ല, ഞാൻ ഇതൊക്കെ എന്തിനാ എടുത്ത് കൊണ്ടുവന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല, പറയാൻ പറ്റുമോ നിനക്ക്? ഈ വണ്ടിയുടെ ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ട്, ചില്ല്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ 2 കൗളുണ്ട്, ഈ ഒരു ബോണറ്റ് ഉണ്ട്, നെയിം പ്ലേറ്റ് ഉണ്ട്. ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗ്രില്ല് വെൽഡ് ചെയ്യും. അതായത് കറക്റ്റ് വണ്ടിയുടെ
അളവിനൊരു ഗ്രില്ല് വെൽഡ് ചെയ്തിട്ട് എല്ലാ സാധനവും ചില്ല് മുകളിൽ എങ്ങനെയെങ്കിലും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും, അതുപോലെ നെയിം പ്ലേറ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും, അതുപോലെ ബോണറ്റ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വീട്ടിലൊരു വണ്ടി ഭാരത് ബെൻസ് നിൽക്കണ പോലെയാവും. മനസ്സിലായോ നിനക്ക്? എന്തേ പറ്റില്ല എന്നോ? ഇവിടെ വെക്കാനല്ല, നമ്മുടെ ടാർസിന്റെ മുകളിൽ. എന്താടാ അത് മേടിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് ഒരു വണ്ടി ഉണ്ടാക്കി വെച്ചോട്ടെ. ഇതൊക്കെ എന്താ അഭിപ്രായം? ഇതും കൊണ്ട് നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടാക്കി വെക്കുക, ഭാരത് ബെൻസിന്റെ ഒരു വണ്ടി ഉണ്ടാക്കി വെക്കുക. അതെ കണ്ടോ, പേരുണ്ട്, ചില്ലുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഗ്രില്ലുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ ഗേറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇത് മൊത്തം വെട്ടിക്കൂട്ടി വെച്ചിട്ട് ഗേറ്റ് ആക്കാം. ഭാരത് ബെൻസിന്റെ ഫ്രണ്ട് ഭാഗം ഗേറ്റ് കലക്കി. ഇത് ഇവിടെ നിന്ന് ഇത് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ കിട്ടണം. നിന്റെ ഐഡിയാസ് നീ ആർക്കും, ഞാൻ പറയണതേ ഇത് എങ്ങനെ നിനക്ക് ഇങ്ങനെയുള്ള ഐഡിയകൾ കിട്ടണേ? ഇത്തിരി ബുദ്ധി ഉണ്ടല്ലേ? നിങ്ങളുടെ മെയിൻ ബുദ്ധിയാ ഇവര് ഈ സാധനത്തിന് കുറച്ച് കൊടുക്കായിരുന്നു ബാക്കി. അതുകൊണ്ട് ഇപ്പൊ ബ്രൂട്ടീഷൻ ചെയ്യേണ്ട വരുന്നുമില്ല അല്ലേ? വാ എന്നാ പോവാ, തന്നെത്താൻ പൊക്കി, സ്വയം പൊക്കി, വാ കേറ് വാടാ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണ് ഇതത്? താറിന്റെ അപ്ഡേറ്റ് കൊറേ പേര് പറഞ്ഞ സോറി ഒരാളോ രണ്ടാളോ ഒരു കമന്റ് ചെയ്തു, കാറ് നിങ്ങൾ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തോന്നൊക്കെ ചോദിച്ചിട്ടാ. ഞങ്ങൾ കമന്റ് ഒക്കെ വായിക്കാറുണ്ട്, എല്ലാത്തിനും മറുപടി തരാറുണ്ട്. ചില ദിവസം പറ്റില്ല കേട്ടോ, ചില ദിവസം പറ്റായിക്കൊന്നുമില്ല. ഞാൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൽ വായിക്കാറുണ്ട്. പിന്നെ എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്ത സാധനമൊക്കെ ഞാൻ ഭയങ്കര ഇംഗ്ലീഷ് എസ്സേ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ വായിച്ചിട്ട് മനസ്സിലാവാണ്ട് വരുമ്പോ ഞാൻ ഒരു ലവ് ചിഹ്നം ഇട്ട് കൊടുക്കും. ചിലപ്പോ എന്നെ തെറി വിളിക്കണമെന്ന് അറിയില്ല, എന്നാലും അവർക്ക് ലവ് ചിഹ്നൊക്കെ ഉണ്ടായിണ്ടാവും. അപ്പൊ നിലവില് നമ്മളുടെ താറിന്റെ ക്യാൻസൽ ചെയ്തോ അതല്ലെങ്കിൽ താറ് എന്നാ കിട്ടാതെ കൊറേ അല്ല കുറച്ച് കമന്റ് വന്നിരുന്നു. കൊറേ ദിവസങ്ങളായിട്ടുള്ളതിന്റെ കുറച്ച് കമന്റുകൾ കുറെ ദിവസങ്ങളായിട്ട് വന്നിരുന്നു. അപ്പൊ അതിനുള്ള റിപ്ലൈ ആണ് നമ്മൾ തരാൻ പോണേ. താറ് ഇന്നലെ അല്ല ഇന്നലെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സിൽവർ അല്ല ഗ്രേ കളറും വൈറ്റും ഉണ്ട്. അത് എടുക്കാൻ, അത് ആ കളറ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാന്ന് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു. അതായത് അവര് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് അവൈലബിൾ ആയിട്ടുള്ള 2 കളറുകൾ ഇപ്പൊ എത്തിക്കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നിട്ടുള്ളതിന്റെ മറിച്ച് തരാനായിട്ട് ഉണ്ട്. അത് ഒരെണ്ണം വൈറ്റ് കളറും ഒരെണ്ണം ഗ്രേ കളറും നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ബില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബ്ലാക്ക് ആണല്ലോ നമ്മൾ ബുക്ക് ചെയ്തേക്കണം. അപ്പൊ മനസ്സിൽ ബ്ലാക്ക് എന്ന് പതിഞ്ഞു. താറിന്റെ ഒരു കളർ ബ്ലാക്ക് എന്ന് പതിഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, 2 ദിവസം അല്ല 1 മാസം വൈകി കഴിഞ്ഞാലും കുഴപ്പമില്ല, ബ്ലാക്ക് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരെടുത്ത് തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ ബ്ലാക്കിലേക്ക് തന്നെ ബ്ലാക്കിലേക്ക് തിരിച്ചു പോയതല്ല, ബ്ലാക്ക് തന്നെ മതി തീരുമാനം. പിന്നെ ഞാനിപ്പോ ഭാരത് ബെൻസ് ഗ്രേ കളർ ആക്കിയതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ അവര് ഗ്രേ എന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ടാവോ കറക്റ്റ് അവര് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. മുത്തിന് ഗ്രേ ഇഷ്ടപ്പെട്ടതല്ലേ? ഒരു മിക്സ് ആണ്. ശരിയാ, അതെ. അപ്പൊ എന്നാലും അതങ്ങോട്ട് 100% ഇതൊക്കെയോ എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. അതെ. അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്ന ബ്ലാക്ക് തന്നെ മതി എന്ന് വിചാരിച്ച് അവരോട് അങ്ങനെ വിളിച്ച് പറഞ്ഞു കേട്ടോ. ഏത് അതെ ഗോൾഡ് ലുക്ക്. പിന്നെ എനിക്ക് പണ്ടൊക്കെ താറെന്ന് പറയുമ്പോ എനിക്ക് റെഡ് ആയിരുന്നു കേട്ടോ ഇഷ്ടം. കാരണം എന്താ വെച്ചാല് പണ്ടത്തെ റെഡ് വേറെ റെഡാ, ഈ റെഡ് പോലത്തെ അല്ലല്ലോ. ആണോ? പല പണ്ടത്തെ ഒരു ചോര ചൊപ്പിഞ്ഞിട്ടിക്കണ കളറ് ഇല്ലേ? അപ്പൊ ഞാൻ ഫോട്ടോയിൽ അങ്ങനെ കാണുമ്പോ അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെയാണ് താറിന്റെ അപ്ഡേഷൻസ് കേട്ടോ. അത് പറയാൻ മറന്നുപോയൊരു കാര്യമായിരുന്നു, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തേ എവിടേക്ക്? ഒരു കേസ് ഉണ്ടാ, അവര് മറ്റവര് വരുമ്പോ വണ്ടിയിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാ ഉണ്ടാവില്ല. നിനക്ക് അത് തന്നെയല്ല, നിന്റെ പരീക്ഷ ഒന്നാമത് ഇപ്പൊ നിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് പഠിക്കാനാണ്. ഭയങ്കരമായിട്ട് സംഭവിക്കുന്നത് ആ വണ്ടി പോയപ്പോ. അപ്പൊ അടുത്ത ദിവസം നിന്നെ കൊണ്ടുപോകും, വണ്ടി പണി കഴിയുമ്പോ നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും എല്ലാവരും. അതെന്താ സിനിമയ്ക്കാണ് പോണത്, എല്ലാവരെയും കൂട്ടി കൊണ്ടുപോവാ. പോടാ, പോയി വീട്ടിൽ പോടാ. ശരിട്ടാ. അപ്പൊ മുത്തിനെ ഇതേനെ ഇറക്കി ആ കടയിൽ നിന്ന് പോയി 4 മിഠായിയൊക്കെ വാരി തിന്നെ. ശരിയെന്നാ ഗൈസ്. ഇന്നലെ അതുപോലെ തന്നെ ചെറിയ സംഭവം ഉണ്ടായി. അതായത് ഇത് കണ്ടോ, ഗിയറിന്റെ ലിവർ. നിങ്ങൾ ശരിക്കും പൂച്ച മാന്തിയത് പട്ടി കടിച്ചതാന്ന്. ഒന്നുമല്ല ഗൈസ്, ആ പട്ടി ഞാൻ തന്നെയായിരുന്നു. കാരണം ഞാൻ ഇതുമ്പോ ഇങ്ങനെ തിരിപ്പടിച്ച് ചെറിയ റബ്ബർ മെൽറ്റ് ആയിരിക്കണ്ടായിരുന്നു. അതുമ്പോ പിടിച്ച് ഇങ്ങനെ മാന്തി മുഴുവൻ പൊട്ടിച്ച് ഈ നിലക്കാക്കി ഒരു ഗിയറിന്റെ നോബ് ഇങ്ങനെ നശിപ്പിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്ത പണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് മാറ്റണം. എനിക്കതൊന്ന് പിടിക്കുമ്പോൾ ഒരു അസ്വസ്ഥത. അപ്പൊ ഇത് എവിടെ കിട്ടാന്ന് വെച്ചാൽ ആദ്യം ഇത് മാറിയിട്ട് വേണം പോകാനായിട്ട്.
ഞാൻ മാരുതിയുടെ സർവീസ് സെൻ്ററിൽ ഒന്ന് കയറിയത് നമ്മുടെ നോബ് പോയില്ല. അപ്പം ഞാൻ ആ നോബ് മാത്രം മേടിക്കാൻ കിട്ടുന്ന എടുത്ത് നിന്നപ്പോൾ അവർ നോക്കിയിട്ട് പറയണം അത് ലിവർ അടക്കാണ് വരുന്നതെന്നൊക്കെ. ഇപ്പോൾ അത് കൂടുതൽ തെറ്റി പറയണതാണെന്നുള്ളത് അറിയില്ല. എന്തായാലും ആൾ ചോദിക്കാനായിട്ട് സ്പെയറിലേക്ക് പോയിട്ടുണ്ട്. ചോദിച്ചോട്ടെ നോബ് മാത്രം അല്ല ലിവർ അടക്കാൻ മാറാൻ പറ്റുമെങ്കിൽ പണി പാടും കിട്ടാം. കാരണം എന്താ വെച്ചാൽ അതിനൊരു ജാതി പൈസയാവും. നോന്ന് പറഞ്ഞാൽ 10-500 രൂപ ഇങ്ങനെ വരുള്ളേ. അതാ വല്ല കളി ചോദിച്ചോക്കെന്ന് വെച്ചാൽ ഉള്ളിൽ പോയിൻ്റെ ആൾ ഇപ്പം അറിയാം എന്താ പറയണേന്നുള്ളത്. സാധനം വരുന്നെന്ന് പറഞ്ഞു. സാധനം അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് മാത്രമായിട്ട് വരുന്ന 500 ചില്ലാൻ രൂപ അങ്ങനെ 600 മൊത്തം 700 രൂപ വരുള്ളൂ മാറ്റാനും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇല്ല നിലവിൽ. പോണ വഴിക്ക് എവിടെയെങ്കിലും നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, അവർ മാറ്റി തരും എന്ന് പറഞ്ഞു. അതായത് എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള വല്ല സ്ഥലത്തുണ്ടെങ്കിൽ. അപ്പം എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൈ പിടിക്കുമ്പോൾ അസ്വസ്ഥത അതൊന്ന് നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അങ്കമാലി വരെ എത്തിയപ്പോൾ മൈലേജ് ഒരു 40 വരെ കിട്ടിയതായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലോക്കായി. അപ്പോൾ വീണ്ടും ഇങ്ങനെ മൈലേജ് കുറഞ്ഞു തുടങ്ങി. അതായത് നിർത്തിയിടുമ്പോഴേ ഭയങ്കരമായിട്ട് കുറയും. ഇപ്പം നമുക്കൊരു ആവറേജ് 40 മൈൽ ഒരു 50 മൈൽ സ്പീഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോരുകയാണെങ്കിൽ ഒരു 40ൻ്റെ അടുത്ത് മൈലേജ് കിട്ടും കേട്ടോ. അപ്പോൾ തൃശ്ശൂർ അങ്കമാലി വരെ ഓടിക്കുകയാണെങ്കിൽ, അതായത് മണ്ണുത്തിയിൽ നിന്ന് അങ്കമാലി വരെ ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഒരു ഏറെക്കുറെ ഒരു 40ൻ്റെ അടുത്ത് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഒരു 36 ആ ഒരു റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും കേട്ടോ. പക്ഷെ ഇങ്ങനെ ബ്ലോക്ക് ആണെങ്കിൽ രക്ഷയില്ല. ഇനി ഇങ്ങനെ കുറഞ്ഞു വരും. കണ്ടോ, നിർത്തിയിട്ടേക്കല്ല നമ്മൾ. അല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിൽ 41 വരെ കണ്ട് ഇപ്പോൾ കാണിച്ചായിരുന്നു, മൈലേജ് കാണിച്ചായിരുന്നു. ആരെങ്കിലും സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് അതായത് AMT വണ്ടി ഉപയോഗിക്കണമെങ്കിൽ, ഡീസൽ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് കിട്ടുന്ന മൈലേജ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വണ്ടിക്ക് മാത്രം കിട്ടുന്ന മൈലേജ് ആണോ, അത് ഇനി ഈ മോഡൽ എല്ലാ വണ്ടിക്കും സെയിം തന്നെയാണോ കിട്ടുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ അത് കാരണം അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ആൾക്കാരുടെ അടുത്തേ നമ്മൾ ഈ 40 ഒക്കെ കിട്ടണമെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. 40 ഇതിനകത്ത് കാണിക്കണമെന്ന് തന്നെ പറയുമ്പോൾ ഈ ലോങ് ഒക്കെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒരു ചേട്ടൻ റോട്ടിൽ ചുട്ടലമ്പാണല്ലോ. അതാണ് ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ചേട്ടൻ ഒരു വണ്ടീനെ നാഷണൽ പെർമിറ്റ് ലോറീനെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് കേട്ടോ. ആ നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തേക്കുക. അതാണ് ഇവിടെ ബ്ലോക്ക് ആവാനുള്ള കാരണം. എന്താണോ വയസ്സായിട്ടുള്ള ചേട്ടൻ, അയാളെ കാറുകാരൻ പിടിച്ച് എന്തോ ബലമായി കൊടയുണ്ട്. അയ്യോ കലമ്പണ് എന്തോ പോയിന്നുണ്ട്, നിറ കണ്ട് പോയിന്നുണ്ട്. പിന്നെ ചുട്ട കലിപ്പില്ല. ഫുള്ള് ബ്ലോക്ക്, ആ സൈഡ് ഫുള്ള് ബ്ലോക്ക്. ഈ സൈഡ് ഇത്ര നേരം ബ്ലോക്കായിരുന്നു. പക്ഷേ ഇപ്പം ഈ സൈഡ് ബ്ലോക്ക് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ സൈഡ് ഫുള്ള് ബ്ലോക്ക്. എന്തോരം ദൂരം ബ്ലോക്ക് നോക്കി. അങ്ങനെ ഇന്നും നമ്മൾ നജീബിക്കയുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇന്ന് ഫുൾ ബസ്സുകളാണല്ലോ ഇറക്കിയിട്ടുള്ളത്. എന്തോരം ബസ്സുകളാണ് കിടക്കണേന്ന് നോക്കി. അയ്യോ എൻ്റെ വണ്ടിയും കിടക്കുന്നുണ്ട്. എന്തായാലും ഒതുക്കാം. ഇവിടെ ഇനി അങ്ങോട്ട് പോകാനുള്ള സ്ഥലം പോലും ഇല്ല. ഇനി ഇവിടെ മാത്രം ഒരു വണ്ടി ഒതുക്കാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ. ഇക്കാനെ വിളിച്ചപ്പോൾ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഹായ്, ഇത് നോക്കി എൻ്റെ പൊന്നെ, ഭാരത് ബെൻസിൻ്റെ അല്ല, ബെൻസിൻ്റെ എംബ്ലം ഭാരത് ബെൻസ് എന്നുകൊണ്ട് കേട്ടോ വണ്ടി. അതുമ്മേ അടിക്കണതാണ്. സൈഡ് മൊത്തം ഗ്ലാസ്സുമ്മലും അതുപോലെ തന്നെ ബോഡിയുമ്മലൊക്കെ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വണ്ടി എന്തായാലും നോക്കട്ടെ നിലവിൽ. ഇത് ഭാരത് ബെൻസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട്. ഇത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ കണ്ട വണ്ടികൾ തന്നെയാണ്. ബാക്കിയുള്ളതൊന്നും പോയിട്ടില്ല. എന്തോരം വണ്ടികളാണ് നോക്കിയാൽ. വർക്ക്ഷോപ്പിൽ വണ്ടി ഇടാനായിട്ടൊരു തുണ്ട് സ്ഥലമില്ല കേട്ടോ. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വന്ന വണ്ടി പണി തീർന്ന് പോകണ്ടേ. അത്രയധികം വണ്ടികളായി. എന്തോരം വണ്ടികളാണ് കിടക്കണത് നോക്കിയേ. അതേ ഈ ബുള്ളറ്റിൻ്റെ വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. വണ്ടികൾ ഇത് അർബാനിയ സകല വണ്ടി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി വെയിലടിക്കുമ്പോൾ ഇല്ലേ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് ഈ കളർ. പക്ഷേ ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ. അത് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതൊരു ഇങ്ങനത്തെ കളറാണല്ലോ എന്ന്. പക്ഷേ ഇത് ഡാർക്ക് ഗ്രേ ആണ്. നമ്മുടെ എന്താ പറയുക ഷീറ്റൊക്കെ ഇല്ലേ, റൂഫ് ഷീറ്റ്, അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രേ കണ്ടിട്ടില്ലേ, ഏറെക്കുറെ ആ സെയിം കളർ തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ നോക്കിയേ, ഇതാണ് ഇക്ക ചെയ്യാമെന്ന് പറഞ്ഞ സംഭവം. സൈഡ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഓരോ കുറ്റി വെച്ചു കേട്ടോ. അതായത് കുറ്റിന്ന് ഉദ്ദേശിക്കുന്നത് വിജാഗിരി വെച്ചിട്ട് ഇവിടെയും വിജാഗിരി വെച്ചിട്ടുണ്ട് കണ്ടോ, അവിടെയും വിജാഗിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 വിജാഗിരി വെച്ചിട്ട് ഇങ്ങനെ തുറക്കണ ടൈപ്പിലാണ് ഈ സംഭവം കണ്ടോ. ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് വല്ല പണി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്യാബിൻ മറയ്ക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെ നമ്മൾ പായ കെട്ടണത് ശരിക്കും പറഞ്ഞാൽ ഇതുമ്മലേക്കല്ലേ. അപ്പോൾ പായ കെട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നണത്. അറിയില്ല, ഇതിപ്പോൾ ഇങ്ങനെ ആയാൽ
ഇക്ക വന്നാലും അറിയുള്ളൂ നമ്മൾ എങ്ങനെ പായ കിട്ടും. കാരണം ഫ്രണ്ടിലേക്ക് നനയാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ പായ ഇവിടുന്ന് മുതലല്ലേ കെട്ടി പോവുക. അപ്പോൾ ഈ സാധനങ്ങളപ്പോൾ എങ്ങനെ നമ്മൾ കെട്ടും ഗൈസ്? ഇത് വെട്ടുമല്ലോ. ഇതിപ്പോൾ ഇനി വേറെ വല്ല ഐഡിയ ഉണ്ടാവണോ പുള്ളിക്ക്? എനിക്കിത് കണ്ടിട്ട് ഇത് പറ്റില്ല എന്നാണ് തോന്നണത്. അല്ലെങ്കിൽ പിന്നെ ഇത് തിരിച്ച് ഈ വിജാഗിരിയൊക്കെ ഇതിലേക്ക് കയറ്റിയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കെട്ടിക്കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെക്കുക, അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത നിലയ്ക്ക് ഇത് പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്തോളാം. ഇക്ക ഇവിടെ ഇല്ല, ഇക്ക പുറത്തേക്ക് പോയേക്കാണ്. ഇക്ക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ ഐഡിയയിൽ പണി പാളിയതാണ് എനിക്ക് തോന്നണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. അറിയില്ല എന്താവും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മുകളിലേക്ക് കയറണമെങ്കിലും ഇനിയിപ്പോൾ ഈ സാധാരണ നമ്മൾ ഇവിടെ ചവിട്ടി ഇങ്ങനെയൊക്കെയാണ് കയറി പോവുക. ഇതിപ്പോൾ ഇവിടെ ഒന്നും ചവിട്ടാനില്ല. അപ്പോൾ അതുപോലെ ഇതേപോലത്തെ 2 സംഭവങ്ങൾ അടിയിലേക്ക് കൊടുത്തിട്ട് ഇത് മടക്കി വയ്ക്കാവുന്ന ഒരു കണ്ടീഷനിൽ ചെയ്താൽ തന്നെയാണ് മുകളിലേക്കും കയറാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഈ 2 സംഭവമൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഇത്ര നാളും വണ്ടി കൊണ്ട് നടന്നിട്ടില്ല. ഇതേപോലത്തെ വണ്ടി കൊണ്ട് നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ട് അറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ പായ കെട്ടാൻ കയറിയിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എന്താ പറയുക, ഇതിൻ്റെ മുകളിലേക്ക് കയറാനും അതുപോലെ തന്നെ പായൊക്കെ കെട്ടാൻ പറ്റുമോ എന്നുള്ള വിവരം കേട്ടോ. പിന്നെ ഇക്ക പുറകിൽ ഗ്രില്ലടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രില്ലും കാര്യങ്ങളും നോക്കട്ടെ കേട്ടോ. ഗ്രില്ല് ചെറിയ ഗ്രില്ല്. സാധാരണ ഗതിക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ അടിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഹുക്കൊന്നും നമുക്ക് കെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ നമ്മുടെ ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രില്ല് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ സംഭവമില്ലേ, അത് കുറച്ച് വളഞ്ഞിട്ടായിരുന്നുണ്ടായിരുന്നത്. അന്ന് വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് അത് നിവർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിവർത്തി കറക്റ്റ് ലെവൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഗ്രില്ലും പിന്നെ ഇനിയിപ്പോൾ ലുക്ക് ലേശക്കടിയും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇക്കാട് എടുത്ത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ മഡ്ഗാർഡ്. ഈ മഡ്ഗാർഡ് ഇത് ഇവിടെ അളവ് കുറവാണ്, അവിടെ അളവ് കൂടുതലാണ്. അപ്പോൾ പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഭവം കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് കണ്ടു. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. ആ 2 അളവിലാണ് നിൽക്കണം. അപ്പോൾ അത് ഭംഗി തീരെ കുറവല്ല അങ്ങനെ വന്നാൽ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്യണം. അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പാച്ച് വർക്കിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് ബാലൻസ് ഉള്ളത്. പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ നമ്മുടെ അഴിച്ചു കളഞ്ഞിട്ട് വേറെ നല്ല രീതിയിൽ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ബോഡിയൊന്നും പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതേ കിടക്കണം തകിട്. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ ഈ ഭാഗത്ത് അതിൻ്റെ വർക്ക് ചെയ്തു. പക്ഷേ ഇത് പ്രശ്നമാണ്. ഇതൊക്കെ വരുമ്പോൾ തന്നെ ഇക്കയുടെ പണി പാളിയത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുടെ പണി പാളിയത്, അത് ഉറപ്പാണ്. ഇങ്ങനെ വെച്ചാൽ ഒരിക്കലും നമുക്ക് പായ കെട്ടാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ പായ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇത് കെട്ടി നനയാത്ത കണ്ടീഷനിലേക്ക് ആക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റും. അല്ല ഇതിപ്പോൾ ഇവിടെ നിന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഹുക്കിലേക്കൊക്കെ നമുക്ക് കെട്ട് പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ സൈഡ് നമ്മളെങ്ങനെ പായ ഇടാൻ പറ്റും? ഇതിൻ്റെ മുകളിൽ ഒന്നും പായ ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് വെട്ടു. ഇത് ഒന്നോലെ വെക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇത് കട്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുറക്കണ കണ്ടീഷൻ എങ്ങനെയും ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കേണ്ടി വരും. അല്ലാണ്ട് ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും പറ്റില്ല. അതിപ്പോൾ ഈ തകിട് വെച്ച കാരണം കറക്റ്റ് മനസ്സിലായി. ഇത് പണി പാളി ഇത് തന്നെയാണ്. ഇത് സംഭവം ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജാതി ലുക്കായിട്ടാണ്. കാരണം മൊത്തത്തിലില്ലേ ഇങ്ങനെ ആ തകിടുകിടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് അങ്ങോട്ട് മാറി വേറെ ലെവലാവും. അപ്പോൾ ആ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വിചാരിച്ച് കൊടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു നോക്കി നോക്കാം. ഈ വക വണ്ടിക്ക് അത് പ്രശ്നമില്ല. കാരണം ഈ വണ്ടിയുടെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ നമുക്കും ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യുന്ന സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടേക്ക് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് ഇങ്ങനത്തെ കണ്ടെയ്നർ ടൈപ്പ് ആയി തന്നെ പായ കെട്ടേണ്ട പരിപാടിയൊന്നും വരാത്തതുകൊണ്ട് ഇവർക്ക് യാതൊരു പ്രശ്നമില്ല. ഭംഗി മാത്രം നോക്കിയാൽ മതി. പക്ഷേ നമ്മൾ ഭംഗി നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പറ്റില്ല, പായ കെട്ടാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ്, മെയിൻ ഘടകമായി മാറി. ഇപ്പോൾ ഇക്ക വന്ന് ചോദിച്ചാൽ തന്നെയാണ് അതിൻ്റെ കാര്യം എങ്ങനെയാണ്. ഇനി ഇക്ക വേറെ വല്ല ഐഡിയ കണ്ടിട്ടുണ്ടോ എന്നുള്ള സംഭവം അറിയുള്ളൂ. ഇക്കയ്ക്ക് ആ പായ കെട്ടണ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ഓർമ്മ വന്നിട്ടുണ്ടാവില്ല. വന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. നോക്കി നോക്കാം. പിന്നെ നമ്മളുടെ അതെ മുകളിലത്തെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. മുകളിലത്തെ വർക്ക് ഇപ്പോൾ നിലവിൽ ഇത് ഇപ്പോൾ അവിടുത്തെ നമ്മുടെ ഇതുകളൊക്കെ കളഞ്ഞു. എന്നിട്ട് സൂപ്പർ ടാക്ക് ഇട്ടേക്കാണ്. അതേപോലെ മുകളിലൊക്കെ സൂപ്പർ ടാക്ക് ഇട്ട് ശരിയാക്കിയിട്ട് ഇനി സ്ക്രൂസൊക്കെ അഴിക്കൂട്ടോ. ഈ സ്ക്രൂസ് മൊത്തം ഇതിൻ്റെ അഴിച്ച് കളഞ്ഞിട്ട് ഈ മോൾഡ് ഇതിലേക്ക് വെച്ചിട്ട് ഒരു മോൾഡ് ഉണ്ടാക്കണം. ആ മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് അത് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് പുട്ടിയിട്ട് പെയിൻറ്റ് അടിച്ച് ഇറക്കാനായിട്ട്. അപ്പോൾ ഇനി അതുമ്പോൾ കുറേ അധികം പണിയുണ്ട് കേട്ടോ. കുറച്ച് പണിയല്ല, കുറച്ചധികം പണിയുണ്ട്. സംഭവം ഇത് നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഈ ഒരു സംഭവത്തിന് പറ്റില്ലാത്തതുകൊണ്ട് എന്താവുന്നുള്ളത് അറിയില്ല. മുകളിലൊന്ന് കയറി നോക്കി നോക്കാം. മുകളിൽ കയറി നോക്കാൻ
ഒരു കുറേ അധികം പണി ഇതുമ്മേ എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സംഭവം ഒരു പ്രാവശ്യം മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റും. ആദ്യത്തെ ഒരു പ്രാവശ്യത്തിന് മാത്രമാണ് കുഴപ്പമുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഫ്രണ്ടിലത്തെ ഈ സംഭവം നമ്മളുടെ ഇവിടെ മരുന്ന് ഇവിടെയായിരുന്നു നമ്മുടെ നെയിം ബോർഡ് നിന്നായിരുന്നത്. ഈ നെയിം ബോർഡാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് അതേപോലെ ഗ്രില്ല് ചെയ്ത് അവിടെ മരം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിച്ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ AC വെക്കുകയാണെങ്കിൽ ഇവിടെ മരിയാണ് വരുള്ളൂ, നമ്മളുടെ മുകളിൽ നിന്നാണ് വെക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടിയത് കൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ AC മുകളിലായാലും വെക്കാൻ പറ്റും. പിന്നെ എല്ലാവരും പറഞ്ഞ് ഇതിനൊരു അടപ്പ് വെക്കണം എന്നാണ് കേട്ടോ. എന്താ പറയുക, കയറും പായും ആൾക്കാർ കട്ടുകൊണ്ട് പോകാണ്ടിരിക്കാൻ ഈ സംഭവം വെക്കണം നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെയാണ് അത് വെക്കുക എന്നുള്ളതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പോഴൊന്നും ചോദിച്ചു നോക്കട്ടെ. അത് ഇനി നമുക്ക് ഇപ്പം തന്നെ വേണോ എന്നുള്ളതും എനിക്കറിയില്ല. ചോദിച്ചിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നിലവിൽ ഇതിങ്ങനെ സൈഡ് കവർ ചെയ്ത് വരുമ്പോൾ ഇല്ലേ, അയ്യോ ഇപ്പം ഞാൻ താഴത്തേക്ക് പോയനെ ഗൈസ്, നോക്കിയില്ല കണ്ടോ, എൻ്റെ കാലിൽ ഇങ്ങനെ പോയപ്പോഴാണ് ആലോചിച്ചത്. ഭാഗ്യമായി എന്തായാലും. അപ്പോൾ നിലവിൽ നമ്മൾ ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടോ. ഫുൾ ഷേപ്പ് അടിച്ച് ഇങ്ങനെ കോർണറൊക്കെ അടിച്ച് വരുമ്പോൾ ഭംഗിക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല, കാര്യം നടക്കുകയാണെങ്കിൽ. ആ ഫ്രണ്ടിൽ നിന്ന് വെക്കാൻ പറ്റും, എന്താണെന്ന് നോക്കി നോക്കട്ടെ. ഇക്കയുടെ ഐഡിയ വന്നതിന് ശേഷം ചോദിക്കാം നമുക്ക്. ഈ സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇങ്ങനെ പീസുകൾ, ഈ പീസുകൾ ഒക്കെ അടിച്ച് ജോയിൻ്റ് ആക്കി വെച്ചേക്കായിരുന്നു. അതൊക്കെ മാറ്റി MCയിലിട്ട് ഇനി ലെവൽ ചെയ്ത് ഒന്ന് ഉരച്ച് എടുത്ത് സ്ക്രൂകളൊക്കെ അഴിച്ച് കളഞ്ഞ് ഈ ഒരു ഷേപ്പിൽ ഇതേ അച്ച് നമ്മൾ അച്ചുണ്ടാക്കിയിട്ട് അതിനകത്ത്, അതായത് നമ്മുടെ എന്താ പറയുക, ഡൈ ഉണ്ടാക്കി അതിനകത്ത് നമ്മളുടെ മോൾഡ് എടുത്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു അടിപൊളി സെറ്റപ്പ് ആവുള്ളൂ. ഇപ്പം നിലവിൽ ഒന്നും ആയിട്ടില്ല, ഇങ്ങനെയാണ് ഇരിപ്പ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഇക്ക വരുമ്പോൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയാവും നന്നാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അറിവ് ഇതിൽ പരിമിതമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ മേഖലയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നാഷണൽ പാർലമെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ അറിവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, ഇക്കയുടെ ഐഡിയയിൽ പകുതി ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ടിപ്പർ പണിയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും എൻ്റെ ഐഡിയക്ക് പൂശിക്കുക. കാരണം വെച്ചാൽ നമുക്ക് എങ്ങനെ എന്ത് സംഭവം വേണം എന്നുള്ളത് ഇത്ര കൊല്ലങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഒരേ പുതിയ സംഭവങ്ങളാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കാവില്ല, അവർ ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് അവർ ഇങ്ങനെ ആക്കുന്നതുകൊണ്ടും അറിയണത്. അപ്പോൾ അതാണ് അവരുടെ ഐഡിയക്ക് ചെയ്തോളാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സാമാന്യം ഇതിൽ ആലോചിച്ചപ്പോൾ അത് നടക്കുമെന്ന് തോന്നണില്ല. എനിക്ക് പറ്റും എന്തായാലും. ഇനിയിപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് കേട്ടോ. അതുപോലെ ഇന്നിപ്പോൾ പെയിൻറ്റിൻ്റെ ആൾക്കാർ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ അവർക്ക് ചെയ്യാനൊന്നുമില്ല. ഈ ഒരു സംഭവത്തിൻ്റെ പണിയും കഴിയാണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിലവിലിപ്പോൾ മഡ് ഗാർഡൊന്നും ശരിയാക്കി എടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ഉള്ളു പിന്നെ അതിന് ശേഷം വല്ലതും ചെയ്തു എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഇല്ല, ഉള്ളൊക്കെ അതേപോലെ തന്നെയാണ്, ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഉള്ളൊക്കെ അതേപോലെ തന്നെ നിൽക്കണം. പിന്നെ ഉള്ളു നമ്മളുടെ ഈ ഇത് നമ്മൾ കളറൊക്കെ ആക്കിയല്ലോ. ഇനി ഇത് കൂടാണ്ട് ഞാൻ എൻ്റെ വക എന്താ പറയുക, ഈ ഒരു സംഭവം ശരിയാക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അത് ഞാൻ നമ്മളുടെ കാറുകളൊക്കെ ഇപ്പോൾ ഈ സ്വിഫ്റ്റിനൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. നമ്മളുടെ ആദ്യത്തെ പഴയ കാറുകൾക്കൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിൻ്റെ വെള്ളമില്ലേ, അത് മുകളിൽ സ്പ്രേ ചെയ്യും. സോപ്പിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഇതില്ലേ, എന്താ പറയുക, പാത്രം കഴുകണ സ്ക്രബ്ബർ, ആ സാധനം വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് പൊത്തപ്പിച്ച് അത് നമ്മുടെ ഈ ഇങ്ങനെ വടിച്ചെടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ വടിക്കുന്ന ഒരു സാധനമില്ലേ, അത് വെച്ചിട്ട് ഫുൾ അങ്ങോട്ട് വടിക്കും. എന്നിട്ട് വീണ്ടും പച്ചവെള്ളം സ്പ്രേ ചെയ്യും. എന്നിട്ട് വീണ്ടും വടിച്ചങ്ങോട്ട് കളയും. വടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ വാക്വം ക്ലീനർ വെച്ചിട്ട് അങ്ങോട്ട് കട്ടിയിൽ മറ്റേ എയർ അടിക്കും. അപ്പോൾ ആ സാധനം ശരിക്കും പറഞ്ഞാൽ പുത്തം പോലെ നിൽക്കും. ഇതൊന്നും സർവീസ് സ്റ്റേഷനിൽ പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കായാലും ചെയ്തെടുക്കാൻ മെല്ലെ എപ്പോഴെങ്കിലും 1-2 മണിക്കൂറിനെങ്കിൽ സുഖമായിട്ട് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്ന കേസുള്ളൂ ഇൻറ്റീരിയർ വാഷ്. പിന്നെ നമ്മളുടെ എന്താ പറയുക, ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നിലവിൽ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കുന്നതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കണ്ട. ആകെ നോക്കാനുള്ള ആ റെക്സിൻ ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ സീറ്റും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ സാധാരണ ഞാൻ കഴുകി എടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ പുത്തനായതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. എൻ്റെ ആകെയുള്ളൊരു സംശയം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഇവിടെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ചെറിയ ഞളക്കുള്ളത് കൊണ്ട് കറക്റ്റ് ലെവൽ കിട്ടിയാലാണല്ലോ നമുക്ക് ഇതൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ബ്ലോക്ക് കൊണ്ടുവന്ന് വലിച്ച് പിടിച്ച് ആണ് കേട്ടോ ഈ സംഭവമൊക്കെ ചെയ്യണത്. അപ്പോൾ അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംഭവം പറഞ്ഞ ഫൈനൽ കോട്ട് പെയിൻ്റ് അടിക്കാനേ ഉള്ളൂ. പിന്നെ ഫിറ്റിങ്ങും മാത്രമാണ് ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എന്തായാലും ഇക്ക വരട്ടെ. ഇക്ക വന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വണ്ടികൾ പണി തീരാണ്ട് ഇങ്ങനെ നിറച്ചും കിടക്കണ്ടിട്ട് ഉള്ളിൽ കൂടെ എന്തോരം വണ്ടി നോക്കി. ഇതിൻ്റെ ഉള്ളിലും പുത്തൻ ട്രാവലറൊക്കെ പണിയാൻ വേണ്ടി കൊണ്ടിട്ടേക്കണോണ്ടാ. ഫുള്ള് 1 മുതൽ പുത്തൻ വണ്ടി വന്നിട്ട് കൊണ്ടിട്ടുള്ളതാണ് കേട്ടോ. അയ്യോ കണ്ടോ,
ഇനി ഇത് മൊത്തം അടിപൊളിയാക്കി സ്ട്രോങ് ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ട്രാവലർ വരുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഇത് ഇങ്ങനെ ഉള്ളിലൊരു പോള മാത്രമേ ഉള്ളൂ. അതിന് സ്ട്രോങ് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടകൾ കൊടുത്ത് വെൽഡ് ചെയ്തേക്കണം കേട്ടോ. മറ്റേ ഉള്ളിലത്തെ ഇൻറ്റീരിയർ സാധനം അഴിച്ചെടുത്തിട്ടുണ്ട്. സൈഡിലത്തെ ഇതുകളൊക്കെ അഴിച്ചതേ കിടക്കണം. അത് തന്നെ പുത്തൻ വണ്ടിയുടെ സാധനങ്ങളാണ് കേട്ടോ. ഒക്കെ അഴിച്ചെടുത്ത് ഇനി ഇട്ടേക്ക്. അതേ ഇതേപോലത്തെ ഡോറിൻ്റെ സൈഡിലും ഈ ബോഡിയുടെ സൈഡിലൊക്കെ വരുന്ന സാധനങ്ങളായി കിടക്കണത്. ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് എടുത്ത് ഫിറ്റ് ചെയ്യണം. നിലവിൽ ഈ വണ്ടിയൊക്കെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ പുത്തൻ വണ്ടി എടുത്ത് ഇങ്ങനെ പണിയാണ് കേട്ടോ. അതെ ഇതൊക്കെ പുതിയൊരു സെറ്റപ്പ് സംഭവങ്ങളാണ്. ഫൈബറിൻ്റെ ഒരു സാധനം വെച്ച് അത് പെയിൻ്റ് അടിച്ച് അത് മോൾഡാന്ന് എന്താ പറയുക, വരുമ്പോൾ തന്നെ അങ്ങനെ തോന്നാവുന്ന രീതിയിലുള്ള ഫിനിഷിങ് വർക്കൊക്കെയാണ് കേട്ടോ ഈ സംഭവം ചെയ്തു തരുന്നത്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയെന്ന് പറയാം. ആ സൈസ് സംഭവങ്ങളല്ലേ ചെയ്യണേ മൊത്തം. സീറ്റ് ട്രാവലറിൻ്റെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വണ്ടി ട്രാവലർ പുതിയത് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യണില്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാവലർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്ന് ഫുള്ള് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പണിതിറക്കലാണ് എല്ലാ ആൾക്കാരും ചെയ്യണ പണി. കാരണം വണ്ടി ഇറങ്ങുമ്പോഴേ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് പോലത്തെ സെയിം സംഭവമാണല്ലോ ട്രാവലറിൻ്റെ ഓട്ടമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വണ്ടി നല്ലതാണെങ്കിൽ ആൾക്കാർ വിളിക്കുള്ളൂ. ഏറ്റവും നല്ല വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടും. അപ്പോൾ മാക്സിമം വണ്ടി അടിപൊളിയായിട്ട് പണി എല്ലാ ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഓടിയിട്ട് പിന്നെ നന്നാക്കാമെന്ന് വിചാരിക്കില്ല. ആ വണ്ടി ഇറങ്ങുമ്പോഴേ പുരി വണ്ടിയാണെങ്കിലാണ് ആൾക്കാർ വിളിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുരി വണ്ടി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വണ്ടികളൊക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പണി കഴിപ്പിച്ച് കൊണ്ടുപോകണത്. ഇത് പുത്തൻ വണ്ടിയല്ലേ ചേട്ടാ? കടും പുത്തൻ വണ്ടിയല്ലേ അല്ലേ? അപ്പോൾ ശരിയാണ്, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ആ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നുണ പറഞ്ഞൊന്നും പറയുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഇത് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റിങ് ഉള്ള കാരണം ഇനിയിപ്പോൾ പുത്തൻ വണ്ടി ഇറങ്ങിയതല്ലേ, അത് കുറച്ച് നാൾ ഓടിയിട്ട് കൊണ്ടതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡൗട്ട് മാറി. അപ്പോൾ അതേ ഇവിടെ ട്രാവലർ ഈ വണ്ടി ഫുള്ള് പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പുറത്ത് ഒരു ട്രാവലർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷെഡിൻ്റെ ഉള്ളിൽ 2 ട്രാവലറുണ്ട്. പിന്നെ ഈ വണ്ടികളൊക്കെ കുറേ നാളായി, ഇതൊക്കെ പണി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ടോ കിടക്കണു. അതൊന്നും കൊണ്ടുപോയിട്ടില്ല, എന്താണെന്നുള്ളത് അറിയില്ല. ഈ ഒരു കളറാണ് ഞാനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള കളർ എന്ന് പറഞ്ഞത്, ഡാർക്ക് ഗ്രേ. അപ്പോൾ അടിച്ചു വരുമ്പോൾ ഈ ഒരു ഫിനിഷിങ് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കണത്. എന്തായാലും അപ്പോൾ കിട്ടുമായിരിക്കും എന്തായാലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ പണിയെടുത്തിട്ടാണല്ലോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പക്കാവുമെന്ന് വിചാരിക്കണം. ആവും, എന്തായാലും ആവും. ഇല്ല ഗൈസ്, ആവില്ല ഗൈസ്, ആവും അല്ലേ? അതേപോലെ തന്നെ ട്രാവലറിൻ്റെ മുകളിലത്തെ കരിയറും സാധനങ്ങളൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ഏതെങ്കിലും പണിയാൻ വന്നിട്ടുള്ള വണ്ടിയിലായിരിക്കും. പിന്നെ സൈഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഉണ്ടാക്കിയത് ഫിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. പിന്നെ കുറേ വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഓറഞ്ച് കളറുള്ള അടിപൊളി ബെൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഭാരത് ബെൻസിൻ്റെ തന്നെ ചെറിയ വണ്ടിയില്ലേ, അതൊക്കെയാണ് എന്തിട്ട് സ്റ്റൈൽ കളർന്ന് നോക്കിയാൽ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം അട്രാക്ഷനായിരിക്കും. അതേപോലെ ഇതേ മിററുന്ന ഇവിടെ ഒരു സാധനം ഇത് നമ്മൾ കണ്ടിട്ടില്ല ഇതേപോലെ, അടിപൊളിയായിട്ടുണ്ടല്ലോ. അതേപോലെ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പികളൊന്നും കാണാൻ പാടില്ല കേട്ടോ. ആക്ട്രസിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ, 4 വണ്ടികൾ നിങ്ങൾ കണ്ടണ്ട, മറ്റേ ബെൻസിൻ്റെ ആക്ട്രസിൻ്റെ ഒക്കെ ഈ ഇങ്ങനെ മിററിൻ്റെ ഈ കമ്പിയും ചക്രമൊന്നും കാണില്ല. അത് കാണാണ്ടിരിക്കുമ്പോൾ അതിനൊരു ചെറിയ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷേ ഇച്ചടുത്ത് എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ് കാണാണ്ടിരിക്കാനുള്ള സാധനമുള്ളൂ, കമ്പി കാണാണ്ടിരിക്കാനുള്ള സാധനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചോദിച്ചൊക്കെ ഉണ്ടോയെന്ന്, ഉണ്ടെങ്കിൽ ആ സാധനം കൂടി വെക്കണം കേട്ടോ. ഈ വണ്ടിക്കും സെയിം തന്നെയാണ്. ഇത് കണ്ടോ, ഇതിനുണ്ട് ഈ സംഭവങ്ങളൊക്കെ. അതേപോലെ ഇതിവിടെ വേറൊരു സാധനം, ഒരു പിടിയും സാധനം, ഇതൊക്കെ എന്തിനു വെച്ചിട്ടുള്ളതാണോ? കമ്പനി വരുമ്പോൾ ഉള്ളതാണ് കേട്ടോ. എന്താണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്തിനു വേണ്ടി വെച്ചിട്ടുള്ള? ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സാധനം വെക്കുമോ എനിക്കറിയില്ല. എന്തായാലും ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണെന്ന് അറിയില്ല. ഓളിന് വന്നിട്ടുള്ള മിററൊക്കെ ഇല്ലേ, അത് രസമാട്ടോ വണ്ടി കാണാനെന്ന് പറഞ്ഞാൽ. ഭാരത് ബെൻസിൻ്റെ ഇങ്ങനെ ചെറുവണ്ടികളാണെങ്കിലും കാണാനായിട്ട് ജാതി രസം. അതിപ്പോൾ ഈ വണ്ടി എന്താ മോശം റെഡ്, ഈ വണ്ടി എന്താ മോശം ഓറഞ്ച്. 2 വണ്ടിയും കിട്ടില്ല തന്നെ. ഒരു കമ്പനിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ കൂടുതൽ വരുന്നത്. ഈ എന്താ പറയുക, കണ്ടെയ്നർ ടൈപ്പ്, കണ്ടെയ്നർ എന്നല്ലല്ലോ പറയുന്നത്, എന്ത് ടൈപ്പ് എന്ന് പറയുക, ഇങ്ങനെ ബോഡി കിട്ടിയിട്ടുള്ള വണ്ടികൾ, അതിനെന്തോ ഒരു പേര് പറയും. ആ ടൈപ്പ് വണ്ടികളാണ് ഇവിടെ ഏറ്റവും അധികം പണിയാനായിട്ട് കൂടുതൽ വരുന്നത്. പിന്നെ ടിപ്പറുകളും എന്താ പറയുക, ഭാരത് ബെൻസും അങ്ങനെയുള്ള ട്രാവലർ ഫുള്ള് വണ്ടികളുണ്ട്. എന്തായാലും ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ചേട്ടൻ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഊണ് കഴിക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാൻ പോയതിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ളൂ. അത് കാരണം ഇപ്പോൾ ഗ്രൈൻഡിങ്ങിൻ്റെ ശബ്ദവും അങ്ങനെയുള്ളതൊക്കെ കൂടി വരുന്നുണ്ട്. ഇനി ശബ്ദം എൻ്റെ കുറയും, ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല. ചേട്ടാ ഇതിനൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വല്ലതും പറഞ്ഞിട്ടുണ്ട്. അതായത് പായ കെട്ട് നമ്മൾ ഇങ്ങനെയാ എങ്ങനെ ആ ഗ്യാപ്പ് ഇക്കടിയോ? ആ गैप കൂടെ കിടക്കുമോ? मैंने सोचा उस गैप में नहीं आएगा पाया. हाँ 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 वो निकाल के फेंक दिया.
नहीं तो 2 इंजेस में बांधे बस। बस हाँ अभी नहीं तो इधर है, इधर है तो 3 इंजेस है तो मुश्किल है, पाया नीचे डालने मुश्किल है। मैंने सोचा इधर भी थोड़ा गैप चाहिए तो मैंने सोचा है എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നജീബിക്കയുടെ അടുത്ത് ഒന്നോടെ ഒന്ന് അവിടെ കട്ട് ചെയ്യണമെന്നുള്ളത് ചോദിക്കാം. इधर गैप है, आएगा पाया आएगा अंदर आएगा मुश्किल അവൻ പറയണ അതിൻ്റെ ഉള്ളിൽ കൂടെ പായ കിടക്കുന്നുള്ളതാണ്. ചോദിച്ചു നോക്കാം എന്തായാലും. ശരി ടീക്കേ കുഴപ്പമില്ല. ആ വന്ന് 3 ഇഞ്ചസ് വെച്ചത്. ആ 3 ഇഞ്ചസ് വെച്ച് കഴിഞ്ഞപ്പോ ആ അപ്പൊ പായ കിടക്കൂലെന്നു ഈ ഗ്യാപ്പാണ്. അപ്പൊ ഈ ഗ്യാപ്പിൽ കിടക്കൂല. ആ അപ്പൊ ഈ ഇഞ്ചസ് അത് പൊട്ടിച്ചു ആ. മുകളിലാണ് ആ പട്ട അത് വീണ്ടും പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചു വന്നു. പൊട്ടിച്ചതിന് ശേഷമാണ് ഇക്ക് പറഞ്ഞ് അങ്ങനെ ആ ഗ്യാപ്പ് മതിയെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിൽ ഷീറ്റ് കിടക്കുന്നു പറഞ്ഞു. സംഭവം ശരിയാണ്. പക്ഷെ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് അതിൽ ഷീറ്റ് ഇട്ടിട്ട് വലിക്കാനും ഗ്യാപ്പ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും നോക്കി നോക്കാം. ഇക്ക് പറ്റേ എന്തായാലും ഫിറ്റ് നിങ്ങളുടെ പണി എന്തായാലും ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇനി ഇവിടുന്ന് ഫുൾ വെൽഡിങ് ചെയ്യുന്ന മുമ്പ് ഫുൾ വെൽഡ് ചെയ്തിട്ടില്ല, വെൽഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയണം അല്ലേ, ഗ്യാപ്പ് ലേശം കൂട്ടണമെങ്കിൽ പറയണം. ഇവിടെ ടച്ച് ആവുകയും ചെയ്യും. അപ്പൊ മുന്നേ തന്നെ പറയണം അല്ലേ വേണമെങ്കിൽ. ഞാൻ ഇക്ക വന്നോ നോക്കട്ടെ, ഇക്ക വന്നെങ്കിൽ ഇപ്പൊ എന്നെ വിളിച്ചോണ്ട് വരാം. അപ്പൊ ആദ്യം ഇക്ക വന്നോന്നൊന്നും നോക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പണി തുടങ്ങിയിട്ട് വീണ്ടും പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പണി എക്സ്ട്രാ കൂടും. എവിടേക്ക് ഓടി കിടക്കണേ വലിച്ചോ. അപ്പോൾ എന്തായാലും ഇന്ന് അവനൊന്നും നമ്മുടെ വണ്ടിയിൽ പണിയില്ല, പെയിൻറ്റിങ് വർക്കില്ല. അപ്പോൾ വേഗം ഓടി നടക്കാൻ നിറച്ച് വണ്ടി വന്നതാണ്. അപ്പോൾ ഇക്ക വന്നൊന്നും നോക്കട്ടെ, വന്നെങ്കിൽ അത് ഒന്ന് കാണിക്കട്ടെ. ഇല്ലെങ്കിൽ പണി കാണും. വീണ്ടും ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഗ്യാപ്പില്ല എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ നോക്കി നോക്കാം നമുക്ക്. ഇക്ക വന്നുട്ടോ, ഇക്ക വന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ പായ കടന്ന് വരും എന്നാണ് പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ പായ കടന്ന് ഇത്ര ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ പായ കടന്ന് വരും ഇല്ലെന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ്, ഇവിടുത്തെ ഒരു ഗ്യാപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കയറും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ മാത്രം ഇത്ര ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഇവിടെ നിന്നുള്ള പട്ട മാത്രം ഗ്രൈൻഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഭയ്യ? അങ്ങനെ ചെയ്തുകൂടെ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഐഡിയകളില്ല ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാം. എനിക്കാണ് ഇക്കയ്ക്ക് സ്വസ്ഥത കൊടുക്കാത്ത ആളെന്ന് പറയുന്നത് ശരിയാണോ? സത്യമാണോ അത്? അല്ല ഇപ്പൊ നീ വിളിക്കുമ്പോ ഇക്ക പറയാ ഫോൺ എടുക്കണില്ല, നിന്റെ ഫോൺ എടുക്കണില്ല. ശരിയാണോ അത്? വെറുതെ അതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഐഡിയകൾ മാറ്റിയോ? ഞാൻ ഐഡിയ പറഞ്ഞ ആളിനെ വിളിച്ചിട്ട് വന്നപ്പോ ആണോ ചേട്ടൻ പായ അത് അങ്ങനെ അറിയണ? ഈ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കണ്ടേ. ഞങ്ങള് നാഷണൽ പെർമിറ്റ് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാ. ABCD അറിയില്ല. പായ ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ കിടക്കുവോ ചേട്ടാ? ഏത് ഹൈറ്റ്? പുള്ളി ഇങ്ങനെ തട്ടടിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞു. തട്ടടിക്കാനായിട്ട് നമ്മുടെ AC വെച്ചിട്ട് നമുക്ക് AC ബാക്കിലാണ് യൂണിറ്റ്, ക്യാബിന്റെ പുറകിലാണ് യൂണിറ്റ് വരുന്നത്. അതായത് ഈ ഗ്രില്ലിന്റെ മുകളിൽ നിന്ന് ക്യാബിനായിട്ടൊരു കണക്ഷൻ വേണമെന്നാണ് ചേട്ടൻ പറയണേ. ശരി, ഡെമോ ആദ്യം കാണിക്കാം. ഓക്കെ, അഖില് ഡെമോ കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോവാണ്. കഴിച്ച് എവിടേക്കാണെന്നുള്ള അറിയില്ല. ഇതിന് മേലെ ടാർപ്പായി കെട്ടിട്ട് ഇതിന് വലിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രില്ല് ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കണം അല്ലേ? അപ്പൊ മുകളിൽ നിന്ന് നേരിട്ട് വലിച്ചു വെക്കണമെങ്കിൽ ഈ ഒരു ഗ്രില്ല് കൂടി അതിന്റെ മുകളിൽ ഉണ്ടാക്കണം അല്ലേ? അതെ, മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത. എനിക്കത് മനസ്സിലായില്ല. ഇതെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ചേട്ടാ, ഈ ക്യാബിനില്ലേ ഇതിന്ന് ഒരു തട്ടുകടി ഇങ്ങോട്ട് നീട്ടിയിടാന്നായിരുന്നു ഞാൻ. അപ്പൊ ഇതിന്ന് ഇങ്ങനെ അടിക്കാന്നല്ല, ഇങ്ങനെ അതാണ്. നീ സ്കൂൾ മാഷ് അല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവണത് അല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ ഞാനാണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിലേ പറഞ്ഞോട്ട് മനസ്സിലാവണമില്ല. പിന്നെ എങ്ങനെ ശരിയാവുക? ചേട്ടൻ കുറെ കാലമായിട്ട് വണ്ടി ഫീൽഡാണോ? 5 വർഷം. അപ്പോൾ മതി. അപ്പോൾ വണ്ടിയുടെ പായയും കയറും സാധനങ്ങളും സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. പിന്നെ ചേട്ടാ എല്ലാവരും ഇതിന്റെ മുകളിൽ ഇതേപോലെ തന്നെ ഈ സാധനം മടക്കി വെക്കാനുള്ള സെറ്റപ്പ് നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ കള്ളന്മാർ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ? ബോംബെയിൽ കള്ളന്മാർ അടിച്ചോണ്ട് പോകും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ സാധാരണഗതിക്ക്. ഇതേവരെ കളവൊന്നും പോയിട്ടില്ലല്ലോ.
ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ചേട്ടാ ഞാൻ പറയുന്നത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ ഈ ഗ്രില്ലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മസ്റ്റാണോ ഈ മുകളിലേക്കുള്ള സംഭവങ്ങളൊക്കെ? സവാള കയറ്റുവാണെങ്കിൽ ഇത് മസ്റ്റാണ്. സവാള കയറ്റുകയാണെങ്കിൽ ഇല്ലാത്ത വണ്ടിക്ക് ഓട്ടം കിട്ടില്ല, ഓട്ടം കിട്ടും, പക്ഷെ അട്ടി തള്ളും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് കെട്ടേണ്ടി വരും. കെട്ടേണ്ട വരും അല്ലേ? ഒരു കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു 100-200 ഒന്നുകൂടെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നു കുഴപ്പമില്ലാന്നല്ലേ, അനങ്ങില്ലാന്നല്ലേ? അല്ലെങ്കിൽ ഈ ചാക്കിന് തള്ളി ചെല്ലി ചിലപ്പോൾ അട്ടയൊന്നും മറിഞ്ഞു പോകുന്നല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഇത്ര ഇല്ല, അത് ഇത്ര ഇത്ര ഇത് ഇവിടെ നെറ്റ് ബോൾട്ടാണല്ലോ അല്ലേ? ഓ, അപ്പോൾ ഇനി താഴ്ത്തി നമുക്ക് ഇങ്ങോട്ട് ഇട്ട ബോഡിയുടെ ഒപ്പം നിൽക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇത് 3-4 പീസാണോ? അല്ല, അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഒരു ഇത് കണ്ട ആംഗുലർ, ഇത് മൊത്തം ഒറ്റ പീസ് തന്നെയാ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വലിയ കനം ഉണ്ടോ? അപ്പോൾ കനം വലിയ കാര്യമായിട്ടില്ല, നിന്നാൽ സുഖമായിട്ട് ഇരിക്കുക അല്ലേ? ഓ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സബോള അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതായത് മുകളിലേക്ക് കയറുന്ന ലോഡുകൾ അല്ലേ? അങ്ങനെ ഏത് അങ്ങനെയാണെങ്കിൽ താത്തണം. അപ്പോൾ ഇത് ഇടുകയെന്നല്ലേ? അപ്പോൾ കിടന്ന് അടിക്കും അങ്ങനെ ഉണ്ടാവുമോ? അതായത് നമ്മളുടെ മറ്റേ ടിപ്പറുകളുടെ ഒക്കെ ഇത് വെക്കുന്ന പോലെ റീപ്പർ കയറ്റി വെക്കുന്ന സിസ്റ്റം തന്നെ അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ മടക്കിയില്ല. അപ്പോൾ അത് നമുക്ക് ഓടി തുടങ്ങിയിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം, അതാവും നന്നാവുക അല്ലേ? ഇല്ലെങ്കിൽ വണ്ടി ഇവിടുന്ന് പോക്കുണ്ടാവില്ല, എന്ന് ഇതുമുള്ള പണി തന്നെയായിരിക്കും ഫുള്ളേ. പിന്നെ എന്തിട്ട് ചേട്ടാ, വേറെ നിങ്ങളുടെ ഐഡിയയിൽ ഈ ലോങ് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓടുമ്പോൾ വേറെ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള? അത്ര തന്നെ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ആൾക്കാർ അത് ചെയ്തൊക്കെ പറയും. നമുക്കിത് അറിയില്ലാത്ത കാരണം ഒക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. CCTV ഒക്കെ വെക്കുന്നുണ്ട്, ക്യാമറയും സിസ്റ്റം ഒക്കെ വെക്കുന്നുണ്ട്. അതെ അല്ലേ? ഓക്കെ. പിന്നെ വേറെ ഉള്ളിൽ വേറെ ഈ ബെർത്തുമ്പിലെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിന് എങ്ങനെ ഇത് എടുത്ത് കളയും, സീറ്റ് എടുത്ത് കളയും. ഇവിടെ അല്ലേ? ഇത് ഇവിടുന്ന് മുതല് ഇവിടുന്ന് മുതല് ചാരി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ സൈഡിൽ കോ ഡ്രൈവർ ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് ചാരി ഇരിക്കും അല്ലേ? ഓ ഓ ഓ ഓ. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ഇതില്ലല്ലോ അല്ലേ? വെക്കാനായിട്ട് പറ്റൂന്നല്ലേ? അപ്പൊ ശരിക്കും പുറത്തേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ? ഉള്ളിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ സാധാരണഗതിക്ക്? അല്ല, ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും വെക്കില്ലല്ലോ, അകത്തിരുന്ന് കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരില്ലെങ്കിൽ ഈ സീറ്റിൻ്റെ ചാരി കളഞ്ഞിട്ട് ഒറ്റൊരു ഇത് ബോക്സ് അടിച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ സൗകര്യം കിട്ടും, ഉപയോഗത്തിന് ഫുള്ള് സ്ഥലമാവും അല്ലേ? 2 പേർക്ക് കിടക്കുകയും ചെയ്യാം, 2 അല്ല 3 പേർക്ക് കിടക്കാൻ വേണമെങ്കിൽ അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യേണ്ട വരും എന്തായാലും കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇത് ഓടി തുടങ്ങാത്തതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ റെഡിയാണ്. ഈ ഒരു ബെർത്തിൻ്റെ അളവ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് കെടുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരേപോലെ ആവുമല്ലോ എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ചാരി നമ്മൾ ബാക്കിൽ ചാരി ഇരിക്കണം എന്നുള്ളൂ. ഈ ഫ്രണ്ടിൽ വന്ന് ഡ്രൈവറൊപ്പം ക്ലീനർക്ക് ഇരിക്കണമെന്നില്ലല്ലോ, ലേശം ബാക്കിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇവിടെയും ക്ലാസ് ഉള്ളതല്ലേ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ലത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഓടി തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ ആലോചിക്കാൻ നല്ലത്. അല്ലെങ്കിൽ ഒക്കെ നമ്മൾ നമ്മുടെ ഐഡിയയിൽ ചെയ്തിട്ട് ഏറ്റവും സമയം തൊള്ളി തോന്നിയ പോലെ അവിടെ കേസായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അഴ കെട്ടാനുള്ള സംഭവം വേണം അല്ലേ ചേട്ടാ? അഴ കെട്ടാനുള്ളൊരു സംഭവം സെറ്റ് ചെയ്യണം അല്ലേ? ഇത് കണ്ടില്ലേ, അഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് നമ്മുടെ വണ്ടിയിലൊരു കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞത്. പക്ഷേ അതെന്തെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് വരിക അങ്ങനെ ഒരു ഫിറ്റിങ് കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ AC ഉണ്ട് ചേട്ടാ? അപ്പോൾ പിന്നെ ഫാൻ വീണ്ടും വയ്ക്കുമോ? അപ്പോൾ നിർത്തിയിട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ ഫാൻ ഇടൂ അല്ലേ? ഓ, AC ഉണ്ട് വണ്ടിയിൽ, എന്നിട്ട് ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ മറ്റേ AC ആയതുകൊണ്ടാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. എങ്ങനെ? ശരി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫാൻ വെച്ചേക്കണേ അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇലക്ട്രിക്കൽ AC ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് വിചാരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററിയിൽ നിന്നാണല്ലോ വലിക്കുന്നത്, അപ്പോൾ എഞ്ചിൻ ഓൺ ചെയ്യാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ചേട്ടാ, ഈ സിസ്റ്റം മുന്നേ വെച്ചിട്ടുള്ളതാണോ ഇത്? വെച്ചതല്ലേ? ഇതേപോലെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു സാധനം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടു, ഇതേപോലെ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടാ ക്യാമറ എവിടെ വെക്കും? അതെവിടെ വെക്കും? ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം അല്ലേ, അതിങ്ങോട്ട് കയറ്റി ഇവിടെ വെക്കുക, ഈ CCTVയുടെ സാധനം ബാക്കിൽ വെക്കുക. അപ്പോൾ ഫ്രണ്ട് മറിയാവുമല്ലോ അല്ലേ? കിട്ടില്ലല്ലോ അല്ലേ? അതെ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരത് ബെൻസിൻ്റെ ഇല്ലേ ഈ ഒരു ഗ്യാപ്പ് ലേശം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കറക്റ്റ് TV ഇതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിൽ വൃത്തിയായിട്ട് ഇരുന്നേനെ. ഇങ്ങനൊരു വെച്ചുകെട്ടിൻ്റെ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇത് ഇനി ഭാരത് ബെൻസുകാർ കമ്പനി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സാധനം ലേശം വീതി കൂട്ടുക, ഈ സാധനം എന്താ പറയുക, നമ്മളുടെ ഉള്ളിലത്തെ ഡാഷ്ബോർഡ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി അടിപൊളി വെക്കുക, സെറ്റപ്പ്. ചേട്ടാ, ഇതാണോ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്?
ഇതല്ലേ നമ്മുടെയൊക്കെ വണ്ടിയുടെ ഇവിടെ ചേട്ടാ വന്നേക്കണം. അത് കാരണം അതൊരു ബുദ്ധിമുട്ടാണ്, പഴയ മോഡലിൻ്റെ ആയിരുന്നേ അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ വണ്ടിയുടെ കണ്ടു, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇതിട്ട് കൊടുത്തിട്ടുള്ള തന്നെ ഇങ്ങനെയും കിടക്കാം, ഇതിലും കിടക്കാം അല്ലേ. ഇവിടെ ഇങ്ങനെ കുഷ്യൻ അടിച്ച കാരണം ഇവിടെ നിന്ന് ഒറ്റ രീതിയിൽ ഇവിടേക്ക് കിടക്കാം, അപ്പുറത്തും കിടക്കാം. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിയിൽ തന്നെ. ഇത് അതുപോലെ ഇത് എന്താ ചേട്ടാ ഈ ഒരു സാധനം? അത് പുതിയ മോഡൽ വണ്ടിക്കെല്ലാം വരുന്നുണ്ട്. അതെന്തിൻ്റെ അത്? ഫോൺ ഉപയോഗിക്കുമ്പോൾ ബസർ അടിക്കും. പിന്നെ മേളിൽ ഒരു സെൻസർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് ഉറക്കം വരുവാണെങ്കിൽ കളർ അടിക്കും. അത് പുതിയ വണ്ടിക്കുണ്ട്. ഇത് ഏത് മോഡൽ വണ്ടി അപ്പോൾ? 2022 അവസാനം. 22 അങ്ങനത്തെ സിസ്റ്റമൊക്കെ ഉണ്ടോ? ഫോൺ വന്നു കഴിഞ്ഞാൽ പലറടിക്കും. ഫോൺ നമ്മൾ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുവാണെങ്കിൽ ബസർ അടിക്കും, അടിച്ചോണ്ടിരിക്കും. അത് വളരെ നല്ലതാട്ടാ, ഫോൺ എടുക്കില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോഴേ അലറടിക്കും. കമ്പനി അങ്ങനെയാണ് ഇറക്കണേ. ഇതേവരെ ആരും പറയണ കേട്ടിട്ടില്ല ചേട്ടാ. എന്തായാലും പുതിയ പുതിയ കുറെ കാര്യങ്ങൾ ഇതില് ഇതില്ലേ. ഈ സെൻസർ അതിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഉറക്കം വരുമ്പോ തന്നെ അതൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഴയ കാലത്ത് അടിക്കും. ശരിക്കും പഴയ കാലത്ത് ഏറ്റവും വില കൂടിയ കാറുകൾക്കൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഇത്. ട്രക്കിൽ വരെ അങ്ങനെ ആക്കിയില്ലേ. ഓക്കെ. പിന്നെ AC ഉള്ള കാരണം പിന്നെ യാത്രയിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അല്ലേ ചേട്ടാ? യാത്രയ്ക്ക് സുഖം കാർ ഓടിച്ച് പോകണ പോലെ തന്നെയല്ലേ. പിന്നെ പുത്തൻ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ സുഖമുണ്ട് അല്ലേ. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ നമ്മുടെ വണ്ടിക്ക് ഒരു പൊടി വലിയ കുറവ് പോലെ എനിക്ക് തോന്നി. ഇതിന് ശരി വലിയ കുറവല്ല ഞാൻ ചോദിക്കുന്നത്, ഈ 6ാമത്തെ ഗിയറിലൊക്കെ ഇട്ടാൽ നമ്മൾ ഒറ്റയടിക്ക് കാല് കൊടുക്കുമ്പോൾ അങ്ങനെ ലോഡ് വണ്ടിയാണെങ്കിൽ കയറി പോകുന്നില്ല അല്ലേ? അങ്ങനെ തന്നെ കയറുള്ളൂ അല്ലേ? ഓരോ ഗിയറിൽ നന്നായിട്ട് ഇങ്ങനെ വലിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പതിഞ്ഞ് തന്നെ കയറുള്ളൂ അല്ലേ? അല്ല അങ്ങനെ ഓടിക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ മൈലേജ് എത്രയുണ്ട്? 3.5-4 പുറത്തേക്ക് പോയാ ഇത് കൂടുതൽ എവിടേക്ക് ചേട്ടൻ ഓട്ടം? സബോളയുടെ ഒക്കെ പൂന കേരള എറണാകുളം. അത് ഒരുവിധം സ്ഥിരം അത് തന്നെയാണോ ഓട്ടം വരുന്നത്? അത് നിങ്ങളുടെ മാറുള്ളൂ എന്നല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോ വണ്ടിക്കാർ പരിചയപ്പെട്ടാലും നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ഫീൽഡ് പുതിയതാണ്, അറിഞ്ഞു വെക്കേണ്ടതൊക്കെ. ഇതെവിടെയുള്ള വണ്ടിയാണ്? എറണാകുളത്താ? കൊല്ലത്തുള്ളതാണ്. അപ്പോൾ ഈ വഴിക്ക് പോയിപ്പോൾ കയറിയതാണോ? പണിക്ക് ഇവിടെയാണോ വരാറ്? സെറ്റൊക്കെ അല്ലേ? സെറ്റ് ഓക്കെ ആണോ ചേട്ടാ? അത് ക്ലിയർ ആണ് അല്ലേ? ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വക സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ മുകളിൽ അവിടെയൊക്കെ ഫിറ്റ് ചെയ്യാം. അതേപോലെ കർട്ടൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ കർട്ടൻ ചെയ്യണമെന്നാണ് ഇക്കയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഉള്ളിൽ. അപ്പോൾ അതൊന്ന് ചെയ്യണം. പിന്നെ ഫാൻ വെക്കണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഫാനും കൂടി വെക്കണം. വേറെ ഇപ്പോൾ ലോങ് പോകുമ്പോൾ പ്രത്യേകിച്ച് വണ്ടിയുമ്പോൾ ഇന്ന സാധനം വേണം. കിച്ചൻ്റെ ബോക്സൊക്കെ നിർബന്ധമുള്ള സംഭവമാണോ കഴിക്കാനായിട്ടല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ഗ്യാസിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആവശ്യത്തിന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് വെക്കേണ്ടു. അങ്ങനെ ഗ്യാസിൻ്റെ ഒക്കെ പുറത്ത് വെക്കേണ്ടി വരും അല്ലേ? അപ്പോൾ എന്തായാലും കിച്ചൻ്റെ ബോക്സ് ഈ വണ്ടിക്ക് ഉണ്ട് അല്ലേ? ശരിയാണ് കേട്ടോ. നീയാണ് ഇതിൻ്റെ വർക്ക്, പെയിൻറ്റിങ് വർക്ക്? ഞാൻ പുറത്തുനിന്ന് ആൾക്കാരാവെന്ന് വിചാരിച്ചേ. എടാ 3 കളറൊക്കെ അടിക്കണ്ടല്ലോ, ഇതൊക്കെ നീ അടിച്ചു? ഇത് സ്റ്റിക്കറാണോ അതിൻ്റെ മുകളിലപ്പോൾ? മറ്റേ ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞാനും വിചാരിച്ചേ ഇത് മറ്റേ പെയിൻറ്റിൽ അടിച്ചെടുത്താന്ന് ഞാൻ വിചാരിച്ചത്. സ്റ്റിക്കർ അപ്പോൾ എങ്ങനെയാടാ ഇവിടെയൊക്കെ ഡബിൾ ഷെയ്ഡ് വന്നേ? ഇങ്ങനെയൊക്കെ ഡബിൾ കളറിൽ സ്റ്റിക്കർ കിട്ടിയേ? അല്ലാണ്ട് മറ്റേ നമ്മുടെ സ്റ്റിക്കർ അല്ല അല്ലേ? വിനൈൽ സ്റ്റിക്കറാണിത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവൂടാ, എന്താ പറയുക, മങ്ങും. വിനൈലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ലിയർ വന്നാൽ കുറച്ച് നാൾക്കിടെയും കൂടുതൽ കിട്ടും. ഇതാണ് ചേട്ടൻ്റെ കിച്ചൺ സെറ്റപ്പ് അല്ലേ? പൂട്ടിയിട്ടേക്കുക അല്ലേ കിച്ചൺ സെറ്റപ്പ്? ഇതാണ് കേട്ടോ. ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ സംഭവം എന്താ പറയുക, നമ്മളുടെ കിച്ചൺ പരിപാടികളൊക്കെ ഓക്കെ ആക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ മഡ് ഫ്ലാപ്പൊക്കെ നമ്മളുടെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണേ, അതൊക്കെ ഇങ്ങനെ കുത്തനെ താഴത്തേക്ക് ആക്കാം. ഓരോന്ന് ചെയ്യാൻ പറയുമ്പോഴേ ശരിക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ മഡ് ഗാർഡ് കൂടി ശരിയാക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊള്ളേ, അപ്പം തന്നെ എന്താ പറയുക അടുത്ത കാര്യങ്ങളും വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ മൈൻഡിൽ ഉപയോഗിച്ച് അതേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് വെച്ചാൽ വണ്ടി 6 മാസം കൂടി ഉണ്ട് ഒരു പണിയാനായിട്ട്. വീൽ കപ്പ് പോയതാണ് ചേട്ടാ വെച്ചത്? അല്ല ഉണ്ടായിരുന്നായിരുന്നോണ്ടല്ലേ? അത് പോവൂലേ? അതെ. ആണോ? ഓട്ടോ ഓവനായി പോയതാ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഓടി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ വെക്കാം. അല്ലാണ്ട് ഇപ്പോൾ എല്ലാം കൂടി വെച്ചിട്ടൊന്നും നടക്കില്ല. ആദ്യമായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങണതാണ്. ശരിയാവോ എന്താ പറയുക, പൊളിയോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അതെ, അതാണ് നല്ലത്. അപ്പോൾ ശരി കേട്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ നന്ദി കേട്ടാ. ഓക്കെ എന്നാൽ സംഭവം
നമ്മുടെ വണ്ടിയുടെ മുകളിൽ നിന്ന് മറ്റേ തലക്കെട്ട് അതായത് തൊപ്പി ഊരി വെച്ചു കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നഗ്നനായി നമ്മുടെ വണ്ടി. പഴയതുപോലെ തന്നെ ഇതേ ഊരിയിട്ട് ഇതേ ഇവിടെയാണ് വെച്ചിട്ടുള്ള. ഇനി മോൾഡ് എടുക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ സാധനം ആണ് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഇരുന്നായിരുന്നു. ഇനി ഇത് കട്ട് ചെയ്ത് ഇതെന്തോ ലെവൽ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇനി ഇതുമുള്ള ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇനിയിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് ഇതുമ്മ കുഴച്ചെല്ലാം അങ്ങനെ കണക്ക് കൊടുത്ത് വെൽഡ് ചെയ്തു. കാരണം ഇത് അളവുകൾ മാറാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് വെൽഡ് ചെയ്തിട്ട് വേണം ഇതിന് മോൾഡ് എടുക്കാനായിട്ട്. മോൾഡ് എടുക്കാനുള്ള കണ്ടീഷനായി ഇത് ക്ലിയർ ചെയ്ത് റെഡി ആക്കിയിട്ട് വേണം പെയിന്റർമാർക്ക് കൊടുത്ത് അവർക്ക് രീതിയിലേക്ക് ഇന്ന് നമുക്ക് പ്രൈമറിൽ അടിച്ചു കഴിഞ്ഞാൽ മോൾഡ് ഇതിനാണ് ഇപ്പൊ നമ്മൾ മോൾഡ് എടുക്കുന്നത്. മോൾഡ് എടുക്കുന്നത്. മോൾഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോ ഏത് വണ്ടി വന്നാലും നമുക്ക് ആ പീസ് അടിച്ച് വെച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ നിലവിൽ ഇപ്പോൾ വെച്ചിട്ടുള്ള സാധനം പെർമനന്റ് വെച്ചിട്ടുള്ളതല്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അതേ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് മോൾഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോൾഡ് എടുത്ത സാധനത്തിലേക്ക് നമ്മുടെ ഇതുമലേക്ക് വെക്കുക. നമ്മുടെ വണ്ടിയിൽ ഇതാണോ വെക്കുക? എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മള് അങ്ങനെയാണ്. അല്ലാണ്ട് കുട്ടികൾക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് എടുത്ത സാധനമാവും നമ്മുടെ വണ്ടിയിലേക്ക് വെക്കുന്നത്. അല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവർ വെൽഡിങ്ങുകാർ ഭായിമാർ ഈ സംഭവം കട്ട് ചെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഇതിന് വേണ്ടിയിട്ട് എന്തോ ഒരു സമയം കളഞ്ഞതറിയാം. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് നോക്കി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആകെ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കാര്യം ഇപ്പോൾ അയാൾ പറഞ്ഞു തന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് ഇക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിൽ ആ സാധനം ഉണ്ടാക്കണോ എന്നുള്ളത് ചോദിച്ചു നോക്കി നോക്കാം. തീർച്ചയായിട്ടും ഇവിടെ സുരേഷ് ചേട്ടൻ നീളത്തിൽ വെച്ചിട്ട് ഒരു സ്ക്രൂ ചെയ്യാം. എന്നിട്ട് സുരേഷ് ചേട്ടന് ഇതിന്റെ ഉള്ളിൽ ഫൈബർ ചെയ്താൽ സ്ക്രൂ അടിച്ചില്ല. അപ്പൊ കറക്റ്റ് നേരെ കിട്ടും. അത് മതി. ഇത് നേരെ നിന്നാൽ മതി. പിന്നെ ഇങ്ങനെ വരാനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആദ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. സാധനം സെറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആകെ പണി പോളും. അഖിൽ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ പരിപാടികൾ. അയ്യോ, ഇതൊക്കെ അയച്ചാൽ ഇവിടെ എങ്ങനെയല്ല ഇരിക്കുക. ഷൂസ് ഇല്ലില്ല, ഞാൻ പിടിച്ചില്ല. പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നുമില്ല എന്നുള്ളത്. സൈഡിലോട്ട് വയറെടുക്കാൻ വേണ്ടിട്ട് ഫ്യൂസിന്റെ സംഭവങ്ങൾ അല്ലേ? എല്ലാ ഫ്യൂസുകളും പോണത് അല്ല. പുള്ളിക്കേ വണ്ടി കീ ഓഫ് ചെയ്താലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യാനും പറഞ്ഞു. അല്ല, നമുക്കും അങ്ങനെ വേണം കേട്ടോ. അയ്യോ, ചാവി ഓഫ് ചെയ്താൽ നിൽക്കാൻ പാടില്ല. എപ്പോഴും വർക്ക് ചെയ്യണം. എപ്പോഴും വർക്ക് 24/7. അതെ, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഈ മുകളിലാണല്ലേ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി? ഇതിന്റെ അടിയിൽ വരും. അവിടെ ഒരു തുളയിടും. അപ്പൊ ഈ നമ്മുടെ ഈ ഇതിരിക്കണോണ്ട് വിൻഷീൽഡ് ഇരിക്കണോണ്ട് വല്ല തടസ്സം വരുമോ? ഈ സാധനം താത്തുമ്പോ ചെയ്യാലും ക്യാമറ ഈ ലെവലിലല്ലേ വരുള്ളൂ. ഈ ലെവലിൽ വരും. അപ്പൊ ക്യാമറ നിൽക്കും. അപ്പൊ എന്തായാലും അടിക്കടെ പൊക്കോളൂ. അപ്പൊ എന്നെ ക്യാമറ വേണമെങ്കിൽ അതിൽ ലേശം ഒന്ന് തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാ ഐറ്റംസും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ സ്പീക്കർ ആയതിന്റെയാ? ഇതിന്റെ 4 ഇത് നമ്മളുടെ 5 ഇഞ്ച് കേട്ടോ. 5 സ്പേസർ വെച്ചിട്ടുണ്ട്. സ്പേസർ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലല്ലേ? DTS ആവോ? ഡോൾബി ഡിജിറ്റൽ മതി. എനിക്ക് സാധാ മതിയില്ല. ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ആവശ്യത്തിന്റെ പുറത്ത്. ഇത് പുതിയ ആളാണോ? ഇലക്ട്രീഷ്യൻ ആണോ? കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. പാലക്കാട്? നീയും പാലക്കാടല്ലേ? പാലക്കാട് നിന്നുള്ള എല്ലാ ആൾക്കാരും വിളിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഫ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇവൻ ഇവിടെ ഡ്രില്ലടിച്ച് ഈ സാധനം ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് വേണം ഇനിയിപ്പോൾ നമ്മളുടെ ഇതിൽ വല്ല വ്യത്യാസങ്ങൾ വരുത്താൻ. നമുക്കിത് ചെക്ക് ചെയ്യാം. അത് തന്നെ. പിന്നെ അതുപോലെ ടെസ്റ്റ് അടിക്കാം. ഈ പുള്ളി ടെസ്റ്റാണ് നമ്മളല്ലേ? അതല്ല, ഇലക്ട്രിക്കിന്റെ ആന്റിന മേടിച്ചിട്ടില്ല. അത് ഇവിടെ ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? വേണ്ട, മേടിക്കണോ? മേടിക്കണ്ടല്ലോ. നമ്മുടെ വണ്ടിയിൽ എവിടെ ഇലക്ട്രിക്കിന്റെ ആന്റിന? കമ്പനി സെറ്റ് വന്നിട്ടുണ്ടാവില്ലേ? ഇല്ല. കമ്പനി സെറ്റ് ഒന്നുമില്ല. എവിടെയാ കമ്പനി സെറ്റ് വരിക? ഇല്ലടാ, 13-ലൊന്നും ഇല്ല. 13-ലൊന്നും സെറ്റ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഉണ്ടോ? ഭാരത് ബെൻസിൽ എല്ലാത്തിനും സെറ്റ് ആയിട്ട് കൊടുക്കണ്ട. അവർ എത്ര നല്ല ആൾക്കാരാണ്. ആണോ? അപ്പൊ ഇളക്കി പറ്റിയതാ. അപ്പൊ പിന്നെ അതുണ്ടോന്നുള്ളത് നോക്കാല്ലേ? ഇല്ല. ഉണ്ടെങ്കിൽ ഗ്ലാസ് മാറ്റിയില്ല നമ്മൾ. അപ്പൊ എനിക്ക് അറിയാലോ ഗ്ലാസ്സിൽ ഒന്നും ഇല്ല, അതൊന്നും ഇല്ല. നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാലോ. ഓരോരുത്തർ കേസല്ലേ ഉള്ളൂ. അല്ല, സംഭവം പൊരിക്കേ. ഞാൻ നോക്കട്ടെ. അതെ, അപ്പൊ ഞാൻ ഇറങ്ങിത്തരാം എൻ്റെ പൊന്നി. അതുപോലെ തന്നെ അവനിത് ഫിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ അവിടെ മോൾഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നോക്കട്ടെ. പ്രതീക്ഷേട്ടൻ വന്നോട് കൂടിയിട്ട് പ്രാന്താക്കിയിട്ട് ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാക്കിയില്ലേ ചേട്ടനെ? ശരിക്കും പറഞ്ഞാൽ ഇക്കയുടെ ഫുൾ സ്വസ്ഥത കളഞ്ഞിട്ടുള്ള ആളിപ്പോൾ ഞാനാണ്. എനിക്ക് മാനസിക വിഷമമായി തുടങ്ങി സത്യം പറഞ്ഞ. ഇതൊന്നും ചെയ്യേണ്ട ഒരു പണിയല്ല. ഇത് നമ്മുടെ എയിമാണ് ഇതൊക്കെ. എനിക്ക് താല്പര്യം. സുരേഷ് അല്ല ഇതല്ലേ, പക്ഷെ എനിക്ക് ഒരു തോന്നല് ഇപ്പൊ ഞാൻ വന്ന കാരണം ഇക്ക വെറുതെ എനിക്ക് വേണ്ടിയിട്ട് ഈ പാടുപെടുകയാണോ എന്നുള്ളൊരു തോന്നല്. അതെ അല്ലേ?
അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ വന്നതുകൊണ്ട് ഇനിയിപ്പോ ഇക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കണു, അതേപോലെ ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ അതെ കുഴപ്പമില്ല അല്ലേ. എനിക്ക് ആ മാനസിക വിഷമം കാരണം ഞാൻ പോയിട്ടൊരു സർവത്തും കുടിച്ചു, ഒരു പപ്സും തിന്നു. കാരണം ടെൻഷനായി പോയി എനിക്കാകെ. ഇക്ക അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഇക്ക ടെൻഷൻ അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി പോയി. അതുണ്ടായത്. അതെ ശരിയാ, നമ്മളുടെ മറ്റുള്ള ട്രാവലറിന്റെ ഒക്കെ പണിത് വെച്ചേക്കണ പോലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇത്തിരി എഫേർട്ട് എടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം അല്ലെ. അതേപോലെ അങ്ങനെയാണെങ്കിൽ ഇതിനും എടുത്തുകൂടെ ഈ സാധനത്തിനും അങ്ങനെ എടുത്തുകൂടാ. അപ്പൊ ഇനി വരണം അപ്പൊ അതിൽ എടുത്തു വെച്ചോ. ഞാൻ പോയാൽ പിന്നെ ഈ വഴിക്കൊക്കെ എപ്പോ വരാനൊക്കെ അല്ല കാര്യമായിട്ട് പറഞ്ഞ വല്ല ഓട്ടൊക്കെ കിട്ടി എറണാകുളത്തേക്ക് വരണ്ടേ. അപ്പൊ അതും തടക്കി. അപ്പൊ പിന്നെ ഈ നമ്മളുടെ വണ്ടി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പോലെ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആ മോഡൽ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തലക്കി കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഞാനിനി ടെൻഷൻ അടിച്ചു, ഇക്കയ്ക്ക് ഒരു വിഷമമായിട്ട് നിൽക്കുകയാണോ എന്ന് വിചാരിച്ചു. കുഴപ്പമുണ്ടായില്ല. അപ്പൊ ആ സർവത്ത് പിടിച്ച് വെറുതെ ഇക്കാനെ കൊണ്ട് പോയായിരുന്നു. അതെ അല്ലേ, അത് നമ്മള് ഇരുന്ന് ക്ഷമയോട് കൂടി ചെയ്യണം. പിടിച്ച് കഴിഞ്ഞാൽ അല്ല അതുകൊണ്ടല്ല ഞാൻ ഇക്ക ആവശ്യത്തിന് സമയം എടുത്തു എന്ന് പറഞ്ഞതിന്റെ കാരണം അതല്ലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് കുട്ടികൾക്കെല്ലാം കഴിഞ്ഞ് പെയിന്റ് അടിക്കാനുള്ള സെറ്റപ്പ് ആയി കിടക്കാനല്ലോ. പിന്നെ ഇന്ന് പോയിട്ട് നമ്മൾ ഭാരത് ബെൻസിൽ നിന്ന് നമ്മൾ മേടിക്കാനുള്ള എല്ലാ സാധനവും നമ്മൾ ഓർഡർ എല്ലാം കിട്ടി. മിറർ കിട്ടി, നമ്മുടെ ഹെഡ്ലൈനിന്റെ മേളിൽ വരുന്ന അത് കിട്ടി, നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് പുറത്ത് നോക്കാനുള്ള ലൈറ്റ് മേടിച്ചു. മിക്ക സാധനവും എല്ലാം കഴിഞ്ഞു. മേടിക്കാനൊന്നും. പിന്നെ സ്റ്റിയറിംഗിന്റെ ഹാൻഡില് സ്റ്റിയറിംഗ് കിട്ടിയോ? ആ പിന്നെ ഹാൻഡില് മറ്റേ ഡോർ ഹാൻഡിൽ പൊട്ടിയത്. അപ്പൊ അത് മാത്രമേ ബാലൻസ് ഉള്ളൂ അല്ലെ. പിന്നെ നമ്മളുടെ ക്യാമറ മേടിച്ചു കൊണ്ടുവന്ന സെയിം തന്നെ ആ വണ്ടിമേ വെക്കേണ്ട ഇപ്പൊ അഖിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ടെസ്റ്റ് ഡോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിമേൽ അത് നമുക്ക് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് മാറ്റി മേടിക്കാമല്ലോ. അല്ലെങ്കിൽ മാറ്റി മേടിക്കാന്നല്ല, മറ്റേ ഫിറ്റിങ്ങിൽ മാറ്റങ്ങൾ വരുത്താമല്ലോ. അത് ആ ഒരു ക്യാമറ പുതിയതായിട്ടല്ലേ ഇക്ക് വെക്കണത്. ഈ സിമ്മും മെമ്മറി കാർഡ് പറഞ്ഞത് മെമ്മറി കാർഡ് നമ്മൾ ആദ്യം മറ്റേത് റോട്ടർ വെച്ചിട്ടല്ലേ. ഇതിപ്പോ ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുള്ളതാണ്. ഇത് ആ ഒരു ഇത് മൊത്തം വെക്കണതിനായിട്ട് എത്ര രൂപ ചെലവ് വരും? 10 രൂപയുടെ അടുത്ത് വരില്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് തന്നെയല്ല കേട്ടോ, അത് ഏറ്റവും കൂടിയ ഞാൻ അതിന്റെ ക്ലാരിറ്റി കണ്ടു. അതിന്റെ ക്ലാരിറ്റി വെച്ച് കണ്ടായിരുന്നു അവിടെ. സൂപ്പർ. അതുകൊണ്ടാണ് ഞാൻ പൈസ കൂടിയാലും കുഴപ്പമില്ല, ആ സാധനം തന്നെ മതി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക HD ക്ലാരിറ്റി, പെർഫെക്റ്റ് ക്ലിയറാ. അപ്പോൾ അത് കാരണം നമുക്ക് ഈ വിഷ്വൽസ് എടുത്തിട്ട് നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ലതായിക്കോട്ടെ എന്ന് വെച്ചു. 500 എത്രയാ 14 GB ഉള്ള മെമ്മറി കാർഡ് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും അതിനകത്ത്. അപ്പൊ അത് കാരണം 30 ദിവസം വരെയുള്ളത് സേവ് ചെയ്ത് വെക്കാം. അടിപൊളിയായില്ലേ. പിന്നെ ഇപ്പൊ എന്താ നോക്കാനുള്ള. അപ്പോൾ വണ്ടിയിൽ പോയി കഴിയുമ്പോൾ എപ്പോഴും ഈ മൊബൈൽ ഓൺ ചെയ്ത് പിടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല നമ്മളുണ്ടെങ്കിലേ നമ്മളുണ്ട് വീഡിയോ പിടിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ആ ക്യാമറ അത്ര ക്ലാരിറ്റി ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞാനത് മേടിച്ചേക്കാം. വില കൂടിയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ആ സാധനം മേടിക്കാൻ കാരണം അതിൽ നിന്നുള്ള വിഷ്വൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇതില് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി കാർഡിൽ നിന്ന് എടുത്ത് ഇതിനകത്തേക്ക് അത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെ അതൊക്കെ നല്ലൊരു ഇത് ഫീച്ചർ ആയതുകൊണ്ടാണ് പിന്നെ അങ്ങനെയുള്ളത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചത്. ഇപ്പോഴത്തെ കാലത്ത് വണ്ടി ഓടുമ്പോഴേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. പല റൂട്ടിലൊക്കെ പല പല പ്രശ്നങ്ങൾ അറിയാനൊക്കെ. പിന്നെ നമ്മൾ മറ്റേ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ആ ചേട്ടന്റെ വണ്ടിയിലത്തെ സാധനങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലുണ്ടല്ലോ നമ്മുടെ ഈ ഇത് വന്ന് നിൽക്കണുണ്ടല്ലോ, അതിന്റെ മുകളിലല്ലാണ്ട് ഈ ക്യാബിൻ പോയിട്ടില്ലേ, ക്യാബിന്റെ മുകളിലേക്ക് ഈ പൊങ്ങിയിട്ടുള്ള സാധനത്തിന്റെ ടോപ്പിൽ ഒരു ചെറിയ കട്ടിങ് ആണ് ആള് പറയണത്. അങ്ങനെ വെക്കാനാണ് ആള് പറയണത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ AC യുടെ ഇതിന് നമുക്ക് ഇത് വെക്കുമ്പോൾ AC വെച്ചിട്ട് നമുക്ക് മേളിൽ വെക്കാനല്ലേ പറ്റുള്ളൂ. അതോ ഞാൻ ചോദിക്കും AC യുടെ ഹൈറ്റ് എന്തായാലും ക്യാബിന്റെ മുകളിൽ നിൽക്കാൻ ചാൻസ് ഇല്ല. ക്യാബിന്റെ മേളിലാണ് ഇത് ക്യാബിന്റെ അതായത് ഈ ഒരു സാധനത്തിന്റെ മുകളിലാണ് വരിക. അതായത് ഇതുണ്ടല്ലോ ആ പെട്ടിയുടെ മുകളിലാണ് ആ വർക്ക് മേളിലൊരു വെച്ചാൽ മതി, ഒരു കൊട്ട പോലെ. അപ്പൊ ഇതുമായിട്ട് വെട്ടി മറിക്കുമ്പോ ഈ ഇതുമ്മ ബോഡി അപ്പൊ ഈ കാരിയറിൽ വരുന്നതിന്റെ കണക്ഷൻ പൊക്കുമ്പോ അങ്ങനെ പൊങ്ങുന്നു. അല്ലല്ല അത് ഇതായിട്ട് ബന്ധമില്ല. അത് അവിടെയാണ് ആ സാധനം വരുന്നത്, ഈ പെട്ടിമ മാത്രം. അപ്പൊ വേറെ കാര്യമുണ്ട്, നമ്മുടെ ഈ പെട്ടി മറിക്കണ സമയത്ത് നമുക്ക് അതിന്റെ ഉള്ളിൽ നിൽക്കണ്ട, അല്ലെങ്കിൽ ഇതുമ്മ മുട്ടൂലേ. അത് നോക്കിയേക്കുക. അതായത് ഇവിടെ ഈ വണ്ടി കിടക്കണത് ഇക്കൊന്ന് നോക്കി നോക്കിയാ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾ പറഞ്ഞു തന്നായിരുന്നു സംഭവം. പക്ഷേ
അങ്ങനെ ചെയ്യുകയാണോ? അപ്പോൾ ഇവര് 5 വർഷമായിട്ടാണ് ഈ വണ്ടി തന്നെ ഓടിക്കണത്. ഇത് കണ്ടു അതുമ്മ അങ്ങനെ ചെയ്യാം. അപ്പോൾ മുട്ടില്ലായിരിക്കും, മുട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇത്ര മതി. അതെ, അതാണ് ആള് പറഞ്ഞത്. അപ്പോൾ ഈ പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് മറച്ചാലും കുഴപ്പമില്ല, പായ മുകളിലേക്ക് വലിച്ചു വെക്കാം. പിന്നെ ഈ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ ഇവിടം വരെ പായ വരണം, അതിനാണ് നമ്മളെ ഗ്യാപ്പ് ഇട്ടേക്കണത്. അതെ, അപ്പൊ നമുക്ക് ആ ഗ്യാപ്പോ പായ കെട്ടുന്ന സമയത്ത് പായ ഗ്യാപ്പ്, സൈഡ് ഗ്യാപ്പ് ഇനി പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് തന്നെ അത് കട്ട് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ ഇനിയിപ്പോ അതിനായിട്ട് ഇത് വെക്കാണ്ടിരിക്കണ്ട, ഭംഗിയാവട്ടെ അല്ലേ? നമ്മൾ ചെയ്തല്ലേ ശരിയാവും. അതെ, അപ്പൊ ചിലപ്പോ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാം, കട്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അത്രയ്ക്കുള്ള പണിയല്ലേ ഉള്ളൂ. എന്തായാലും കാര്യം നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി തകൃതിയായി നടത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇക്കോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറക്കണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. മഡ് ഗാർഡിൻ്റെ അളവ് ബാക്കിൽ അതായത് ഈ മഡ് ഗാർഡ് അല്ലേക്കാ ഇത് കുറവാ, ഇത് തുരുമ്പായിരുന്നു ഇവിടെ. അപ്പോൾ തുരുമ്പായ നിലയ്ക്ക് ഞാൻ പറഞ്ഞു അടിയിൽ നിന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞോളാൻ പറഞ്ഞു. അവിടെ തുരുമ്പില്ലാത്ത കാരണം അത് കട്ട് ചെയ്തുമില്ല. അപ്പൊ രണ്ടും രണ്ടളവിലാണ് നിക്കണേ. നമുക്കൊരു പണിയാ, ആ അളവിൽ മതി, എന്നിട്ട് നമുക്ക് ഫ്ലാപ്പ് ഇടാം. മതി, അത്ര ചെയ്താൽ മതി. വേറെ ഇതൊക്കെ ഇത് അടിപൊളിയായി. ഞാൻ വിചാരിച്ചു ഇക്ക ഗ്രില്ലടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനേ ഇക്ക ഗ്രില്ലടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം ഗ്രില്ലടിച്ചു, എന്താ ഉണ്ടായിണ്ടാവും എന്ന് വിചാരിച്ചു. അത്ര ആവശ്യമുള്ളൂ അല്ലേ? അത് തന്നെയല്ല വണ്ടി. ഞാൻ വിചാരിച്ച കമ്പനി വന്നപ്പോൾ അത് വളഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്. അതെ, അതാ വണ്ടികളുടെ പോലെ അല്ലേ? ഞാൻ വിചാരിച്ചു ഈ വണ്ടിയുടെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്ക് രണ്ട് സൈഡ് ഒരേപോലെ നിന്ന കാരണേ എൻ്റെ വിചാരം അങ്ങനെ ആയിരിക്കും കമ്പനി വരുന്നത് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ തട്ടിണ്ടാവുന്നല്ലേ. അങ്ങനെയാവും കുത്തിണ്ടാവുക. പിന്നെ ഇതില് ഇനിയിപ്പോ എന്തിട്ടാ ഇതില് ഭാരത് ബെൻസിന്റെ സാധനം ഉണ്ടോ? അത് എഴുത്താണോ? മതി. മേടിക്കേണ്ട ആവശ്യമില്ല, ഒട്ടിക്കാന്നല്ലേ, അത് മതി. പിന്നെ അവിടെ ബാക്കി എഴുത്തും കാര്യങ്ങളൊക്കെ ആവും വരണ്ടാവുക. ഇക്ക പറഞ്ഞു ഇതിന്റെ ഇതാണ് ഇക്ക പറഞ്ഞു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് അല്ലേ? ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് കുറവും കൂടുതൽ. ഇതിപ്പോ തൽക്കാലം ഇനിയിപ്പോ കുറച്ചുകൂടി അപ്പൊ താഴത്തേക്ക് വരും അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അതുമായി അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയുള്ള വർക്ക് കൂടി ഇന്ന് നമ്മൾ മുകളിൽ കൂടി എടുത്ത് കഴിഞ്ഞിട്ട് ഈ സാധനം കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഫിനിഷ് ആവും ഏറെക്കുറെ. അപ്പൊ എന്തായാലും ഇവര് സ്വസ്ഥമായിട്ട് പണിയിട്ടെ. ഞാനും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. വെയിലത്ത് നിന്നിട്ട് വയ്യാണ്ടായി. അതെ, വെയിൽ ഭയങ്കര വെയില, രക്ഷയില്ല. ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് കൂടി ഒന്ന് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം റെസ്റ്റ് എടുക്കാനായിട്ട്. നമ്മുടെ അതേപോലെ തന്നെ മോളിലത്തെ കരിയർ ഊരിക്കൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ മോൾഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മോൾഡ് ഇതിനുണ്ടാക്കണേക്കാളും മുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കമ്പികളൊക്കെ പോയിട്ടുണ്ടല്ലോ, അയക്കേണ്ട കമ്പികൾ ഒഴിച്ച് ബാക്കിയുള്ള കമ്പികളൊക്കെ ഫൈബർ ചെയ്ത് എടുക്കണം. ഫൈബർ ചെയ്ത് എടുത്തതിന് ശേഷം വേണം ഇതേപോലത്തെ ഒരു മോൾഡ് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ. പിന്നെ ഇനി അടുത്ത വണ്ടിക്കൊക്കെ ഫിറ്റ് ചെയ്യണം മുതൽ കറക്റ്റ് ഈ മോൾഡ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഫുള്ള് അത് കയറ്റി മുകളിലേക്ക് വയ്ക്കുക. അത്ര കണ്ടിട്ട് ചെയ്യാറുള്ളൂ. ആദ്യത്തെ ഓരോ ഉണ്ടാക്കുമ്പോൾ മാത്രമേ പ്രയാസമുള്ളൂ അല്ലേ? പിന്നെ ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം. അപ്പോൾ സംഭവം എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഫസ്റ്റായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓക്കെ. അതെ, ഇത് കണ്ടു. ഇത് അതുപോലെ തന്നെ മറ്റേ വണ്ടികളുടെ ഒക്കെ അതെ ഇതേപോലെ ചെയ്ത് നമ്മളുടെ വണ്ടിയുടെ പോലെ തന്നെ ആദ്യമേ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതേപോലെയോ നമ്മളുടെ അതും ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഭാരത് ബെൻസ് ചെറിയ വണ്ടികളൊക്കെ നമ്മൾ മുകളിൽ വെച്ചേക്കണം കണ്ടിട്ടില്ലേ സാധനം? ആ സാധനം ഇതേപോലെ ഫൈബറിൽ ഉണ്ടാക്കിയിരിക്കണം. അതേപോലെ അതും നമ്മളിനി എല്ലാ വണ്ടിക്കും ക്ലീനായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ, ഇനി അടുത്തത് തൊട്ട് നമ്മളും ആ വണ്ടിയിൽ ഉണ്ടാക്കിയതൊക്കെ മാറ്റി ഏതെങ്കിലും ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് അല്ല, മോൾ സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. ഇക്ക നമ്മുടെ അടുത്ത് ചോദിച്ചു ഇതേപോലെ കട്ടിങ് ഇട്ടിട്ട് ലൈറ്റ് വെക്കാനുള്ള സംഭവം അതുമ്മ ചെയ്യണമെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ അതുമ്മ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, പ്ലെയിൻ മതി. അടുത്ത മുതൽ ഇക്ക ഉണ്ടാക്കണ അച്ഛമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ വെച്ച് പൊരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതേപോലെ നമ്മളുടെ സംഭവം ഉണ്ടാക്കി കഴിയാൻ ഇപ്പോൾ നാളത്തോണ്ട് ഒരുവിധം ആ സംഭവം സെറ്റാവും. ഇനി പുട്ടിയിട്ട് അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിയിട്ട് പെയിന്റ് അടിക്കില്ലല്ലേ ഉള്ളൂ. അതെ, വേണമെങ്കിൽ അത്ര ചെയ്യാറുള്ളൂ. അത് എനിക്ക് വേണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്തായാലും അത് മതി. അപ്പോൾ അത് സെറ്റ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അഖിൽ അവിടെ വണ്ടിയുടെ ഉള്ളിൽ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത് എവിടം വരെ ആയി എന്നുള്ളതൊന്നും നോക്കണ്ട. അതേപോലെയാണ് നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ
എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാനേ നമ്മുടെ വണ്ടിയുടെ ബമ്പർ ഇതേപോലെ കണ്ടു, 2 സൈഡും വളഞ്ഞിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച കമ്പനി ഇതേപോലെ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുകയാണ്. ഇത് ഇടിച്ചിട്ട് ബെൻഡായി പോയതാന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് മനസ്സിലാവുന്നുണ്ട്, കാരണം പെയിൻറ്റ് പോയ കാരണം നമുക്കറിയാം ഇത്. പക്ഷേ നമ്മളുടെയൊക്കെ പെയിൻറ്റ് അടിച്ച് അങ്ങനെ തന്നെ നിർത്തിയായിരുന്ന കാരണം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെയാവും വരികയെന്ന്. പിന്നെ ഞാൻ ഫസ്റ്റ് ഗ്രില്ല് വെക്കാനെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ആവും വിചാരിച്ചു. ഇങ്ങനത്തെ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്തൊരു സംഭവം, എനിക്ക് ഇഷ്ടമില്ല ഇത് ആകെ ഗ്രില്ലടിച്ച് വെക്കുന്നത്. പിന്നെ കിച്ചൻ്റെ കാര്യം സെറ്റിങ് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഓടി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ വെക്കാട്ടോ ഗൈസ്. പിന്നെ വീൽ കപ്പൊക്കെ അത് എപ്പോഴും പൊട്ടി പോവുകയാണെങ്കിൽ വെച്ചിട്ടും കാര്യമില്ല, അതാണ് വേറെ സംഭവം. കണ്ടോ കിട്ടി വെച്ചാൽ എവിടെയാണ്. ഞാൻ വന്നിട്ട് 2ാം പ്രാവശ്യം വന്നു, അപ്പോഴും ആയിട്ടില്ല. അയ്യോ, കുറച്ച് നേരത്തെ ഞാൻ വരുന്നതായിരുന്നു. എൻ്റെ കുറ്റം എന്തോ പറയായിരുന്നു, ഞാൻ കേൾക്കട്ടെ ഗൈസ് എൻ്റെ കുറ്റം പറയണത് എന്താണെന്നുള്ളത്. അഖിലേ പറയടാ, ഞാനും കൂടി കേൾക്കട്ടെ എൻ്റെ കുറ്റം, പറയടാ എന്നോട് പറയടാ എൻ്റെ കുറ്റം. ഓ അതാണല്ലേ, ഞാൻ അയ്യോ എൻ്റെ പേരും പറഞ്ഞ് നീ ചായ കുടിക്കണ്ട. നിലവിൽ ഇവിടുത്തെ വയറിങ് കൂരിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് സ്പീക്കർ ഒരു വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് കാരണം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ വണ്ടി ഓഫ് ആയി കിടന്നു കഴിഞ്ഞാലേ ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ മാത്രം ക്യാമറ ഓഫ് ആയി പോകും. കട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ബാറ്ററി ഓഫ് ഇല്ലേ, അത് ചെയ്താൽ മാത്രം ക്യാമറ ഓഫ് ആവും. ആ കട്ട് ഓഫ് ഇല്ല എൻ്റെ കയ്യിൽ, ക്യാമറ ഓഫ് ആവില്ല, ഫുൾ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ബാറ്ററി ഇങ്ങനെ ഇറങ്ങി ചെറിയ ചാർജ് നമ്മൾ വേറെ കൺവേർട്ടർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, ബാറ്ററി നല്ല, അതുകൊണ്ട് കറണ്ട് കുറച്ച് കുഴപ്പമില്ലാന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇവിടെ അഴിച്ചെടുത്ത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലാമ്പ് ഉണ്ടാവില്ല അല്ലെ, ഡയറക്റ്റ് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നല്ലേ. അപ്പോൾ അതും പ്ലാസ്റ്റിക്കിന്റെ സാധനമല്ല. പിന്നെ ഇതിനാണെങ്കിൽ ഒരു തകിടിന്റെ പീസ് ഉണ്ട്, അതിനകത്തേക്ക് നേരിട്ട് ഡബിൾ ഉണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവിടേക്ക് നേരിട്ട് അങ്ങോട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ പഴയ കാലത്തെ സ്റ്റിയറിംഗ് മറ്റേ ഇത് ചെയ്തേക്കണ പോലെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇടാ ആകില്ല, ഇത് നമ്മുടെ വണ്ടിക്കൊന്നും ഇല്ല, ഇത് ഈ ഒരു പീസ് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് പോരാ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഇതടിച്ചിട്ട് ചെറിയ പണി ചെയ്യാനുണ്ട്. 6 എടുക്കണം, ഇത് കിട്ടും, ഇതും ഫ്രീ കിട്ടും. അത് ഇതും കിട്ടും അല്ലേ. ഇതൊക്കെ ഫെസിലിറ്റി കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇഷ്ടം ഈ നിലയ്ക്കുള്ള ഫെസിലിറ്റി പഴയ കാർമലൊക്കെ കേട്ടിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായി. പിന്നെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ വണ്ടിയിലൊക്കെ പുത്തനാക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റിയറിംഗ് കളർ അടിക്കണ സമയത്ത് ഇതും കൂടി കളർ അടിച്ചു വെക്കാൻ പറയണം കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ കളർ അടിക്കുക, അത് കവറിടും. കവർ ഇടുന്നേക്കാളും മുന്നേ ഈ സംഭവമൊക്കെ ഇല്ലേ ഇവിടെ, ഇത് മൊത്തം പെയിന്റ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ കവർ ഇടുന്നത്. അതായത് കാണുമ്പോ പുതുപുത്തൻ. അല്ല, കമ്പനിയുടെ കളികൾ പുറകെ വരുന്നതേ ഉള്ളൂ അല്ലേ, അതറിയില്ല അല്ലെ. ഇനി നീ കാണാത്ത പല കളികളാണ് കാണുന്നത്. അതായത് ഇതുമലൊക്കെ ഇല്ലേ നമ്മുടെ ഗ്ലോസിയാണ് അടിക്കണത്, ഗ്ലോസി തിളങ്ങും. നമ്മുടെ ക്യാബിൻ അടിക്കുന്ന പെയിന്റ് തന്നെയാണ് ഉള്ളില് മറ്റേ ഡാഷ്ബോർഡ് മൊത്തം അടിക്കണേ. അടി പക്ഷെ സാധ്യല്ലേ, നമ്മുടെ പെട്ടിയും അടിച്ചിട്ടുള്ള കളറല്ലേ. ഈ ഇതടിക്കണത് ഡാഷ്ബോർഡ് അടിക്കുന്നത് നമ്മുടെ ഇതാണ്, മറ്റേ എന്താ പറയാ മെറ്റാലിക് ആണ് ഡാഷ്ബോർഡ് അടിക്കണേ. അത് വേണ്ട ഈ ഒരു പീസ് മാത്രം, ഈ ബ്ലാക്ക് വരുന്ന പീസ് ഇല്ല, ആ ബ്ലാക്ക് വരുന്ന പീസ് മാത്രം അങ്ങനെ നിർത്തും. ബാക്കിയുള്ളത് മൊത്തം കളർ ഡിസൈൻ വരയ്ക്കാം. എന്തെങ്കിലും ചെയ്യാൻ സമയത്ത് നിനക്ക് ഇനിയിപ്പോ അത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചോളാൻ പറയും. നിന്റെ പണി മുടക്കണ്ട, കലക്കിക്കോ. ഇവിടെ ഒരു ലൈലൻഡ് എല്ലാ ദിവസവും ഒരു 3 ലൈലൻഡ് 4 ലൈലൻഡ് വെച്ച് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ അല്ലെങ്കിൽ ടാറ്റ ആണെങ്കിൽ ടാറ്റ വെച്ച് വരുന്നുണ്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് കണ്ടോ വീണ്ടും ലൈലൻഡ് വന്നു. ഇത് ഇന്നാൾ കണ്ട വണ്ടിയല്ല, ഇത് പുതിയത് വന്നിട്ടുള്ളതാണ്, ഇന്ന് രാവിലെ കൊണ്ടുവിട്ടിട്ടുള്ള വണ്ടിയാണ്. എല്ലാ ദിവസവും ഒരു 3-4 വീതം വെച്ച് ചെറിയ അല്ലറ ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് കൊണ്ടിട്ട് ഇത്രയധികം വണ്ടി ഫുള്ളാവണത്. ബായി ഇനി ഇതുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തേക്കണേ നോട്ടെ. ബായി സെറ്റ് ചെയ്ത് എടുത്തുട്ടോ ഗൈസ്, നോക്കിയേ അമ്മ വരയ്ക്ക് തന്നെയാ. ഈ പടമൊക്കെ വരച്ച് ചിത്രം വരച്ച് എല്ലാം കട്ടിങ്ങൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ സൂപ്പർ ഫുൾ ഭാഗം അടിപൊളി. ഹായ് ക്ലീൻ അച്ഛാ ഹേ. അപ്പോൾ സംഭവം അങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടു. നോക്കി ഫൈനലായിട്ട് ഇങ്ങനെയാണ് നിൽക്കുക നിലവിൽ. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇനി മുകളിലത്തെ മോൾഡ് ഇതിനോട് ചേർന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ലുക്ക് ബേസ് കല്ലകും. പിന്നെ ദേ അവിടെ ആ ലൈറ്റിൻ്റെ സ്ഥലമൊക്കെ ഇല്ലേ, ആ ലൈറ്റിൻ്റെ സ്ഥലമൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ലൈറ്റ് വരാവുന്ന കണ്ടീഷനിൽ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യും. അത് ഓട്ട അടയ്ക്കണം കേട്ടോ ചേട്ടാ, വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ ചെരിഞ്ഞ് വരുന്ന സമയത്ത് വെള്ളമൊക്കെ ഉള്ളിലേക്ക് വരും. ഉള്ളിൽ വെള്ളപ്പൊക്കം വെള്ളം കളിയായിരിക്കും.
ഓട്ടയടയ്ക്കാൻ മറക്കരുത്. പിന്നെ ചെറിയ സ്ക്രൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഓട്ടയായി ഉണ്ടാവും. അതൊക്കെ നമ്മൾ വെൽഡ് എന്തെങ്കിലും ചെയ്ത് അടച്ചിടണേ. അങ്ങനെ ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് നേരിട്ട് ഇതിലേക്കൊക്കെ സ്ക്രൂ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഓട്ട വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് വരും അതനുസരിച്ച്. അപ്പോൾ അതൊക്കെ അടയ്ക്കണം, അടച്ച് ഭംഗി ആക്കണം. അങ്ങനെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ സൈഡ് ഇതേപോലെ തന്നെ ഇത് മാത്രം നേരത്തെ വെച്ചിട്ടുള്ള പോലെ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെ കഴിഞ്ഞതിന് ശേഷം വേണം ഇവിടെ അതേപോലെ തന്നെയുള്ള സംഭവം സെറ്റ് ചെയ്യാനായിട്ട്. സമയം എടുത്തിട്ടുള്ള പണിയാണ്. ഇപ്പോൾ മോൾഡ് കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാം കഴിയും കേട്ടോ. എല്ലാ പണിയും തീരും. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചടപടാന്നായി 2-3 ദിവസത്തിനുള്ളിൽ ഫുൾ ഫിനിഷ് ചെയ്യും നമ്മൾ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മുടെ ഭാരത് ബെൻസുമേ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിനയിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വന്നില്ലേ ബെൻസിൻ്റെ വണ്ടൻ എംബ്ലം. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂജിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി രസമായി. വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാലേ മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് അവർ വിനയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിയർ അടിച്ച് കഴിഞ്ഞാലാണ് പൊളിഞ്ഞ് പോകാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിയർ അടിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി പെയിൻ്റ് അടിച്ച ഫൈനാണ്. ഇന്നിപ്പോൾ നമുക്ക് പണിയൊന്നും ഇല്ലാത്ത കാരണം ഇന്ന് ഈ വണ്ടിമേലേക്ക് കയറി. അപ്പോൾ ഈ വണ്ടി ഫുള്ള് ഇനി എന്താ പറയുക ക്ലിയർ അടിച്ച് കുട്ടപ്പനാണ്. ടെസ്റ്റിന് പോയിട്ട് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ആ പുരിക്കാണല്ലേ നീ പെയിന്റ്? ഇതാണ് സംഭവം അല്ലേ? കലക്കം പരിപാടി. ഇക്കത് എന്തിട്ടാണ് സാധനം ശരിക്കും പറഞ്ഞ? ഇത് ശരിക്കും റാപ്പിംഗ് എന്ന് പറയും. റാപ്പിംഗ് ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ പെയിന്റ് അടിച്ച് കാശ് കളയാ. ഇക്ക എനിക്ക് ഫുൾ റാപ്പിംഗ് മതിക്ക. എനിക്ക് ഫുൾ റാപ്പിംഗ് മതി. പറ്റൂല അല്ലേ? അയ്യോ പെട്ടുപോയിടാ. നീ ഇത് മുന്നേ പറയണ്ടാ. നീ ഇത്ര ദിവസമായിട്ട് നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ സ്റ്റാ. ഇപ്പൊ ഈ വണ്ടിയുടെ നമ്മൾ സൈഡില് ശരിക്കും പറഞ്ഞാൽ റാപ്പിംഗ് സ്റ്റിക്കർ അടിക്കാൻ കണ്ടു. ഇതാണ് സംഭവം. ഇത് ശരിക്കും വിനൈൽ സ്റ്റിക്കർ അല്ല ലൈക്ക. വിനൈൽ എന്നാണ് പറയുന്നത്. ഏതാ? ക്ലിയർ അല്ലേ? വിനൈൽ ക്ലിയർ. ഇത് കാണിച്ചിട്ട് തന്നെ പറ്റണില്ല. ഇനി എന്തൊക്കെ കാണിക്കണം അല്ലേ? ഇത് കുടിക്കണ്ടായിരുന്നു, തണുത്ത് കുടിക്കണ്ടായിരുന്നു. വീണ്ടും ചുമ വന്നു കണ്ടാ. എനിക്ക് ജ്യൂസ് വേണ്ട. ജ്യൂസ് അല്ല മറ്റേ ഇത് വേണ്ട. ഈ ചെറിയ തണവ് അത് എന്താ പറയാ കുഴപ്പമില്ല കഴിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രശ്നമായി. റാപ്പിങ് പ്രശ്നമായി. എടാ ഇത് ഒരു സൈഡ് ഒട്ടിച്ച മറ്റേ സൈഡ് ഒട്ടിച്ചുണ്ടോ? ഇല്ല, ആദ്യം തുടങ്ങിയിട്ടുള്ളൂ പരിപാടി അല്ലേ? ഇവനാണ് കേട്ടോ ഇക്കയുടെ സാരഥി. അതെ, ഞങ്ങൾ എല്ലാ ദിവസവും ഇക്കയ്ക്ക് അറിയില്ല. വൈകുന്നേരം ഒന്ന് ലൈൻ വെട്ടുവിനോട് ചോദിക്കും സ്റ്റിക്കറുകൾ ഉണ്ടോ, ഇന്ന സാധനങ്ങളുണ്ടോ. അപ്പൊ പറയും ചേട്ടാ കമ്പ്യൂട്ടറിൽ നോക്കൂ, കുറച്ച് സാധനം കാണിച്ചു തരുമോ, ഇതിലേതെങ്കിലും പറ്റും. ഇത് സേവ് ചെയ്ത് വെച്ചോ, നമുക്ക് ആവശ്യം വരും. അങ്ങനെ പറഞ്ഞ് നിർത്തിയേക്കാണ് എന്തായാലും. അപ്പൊ ഈ സാധനം കൊണ്ടുവന്നിട്ട് ആദ്യം അളവെടുത്തിട്ട് കൊണ്ടുപോകണമെന്നുണ്ടല്ലോ. അളവെടുത്ത് കൊണ്ടുപോയി എന്നിട്ട് ആ വണ്ടി തന്നെയാണത്. ഓ യെസ്. അപ്പോൾ ക്ലിയർ വിനയിലാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത് നിലവിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ബബിൾസൊക്കെ കളയണം. വെള്ളം അടിച്ചിട്ട് ഈ നമ്മളുടെ ഇതും കൊണ്ട് അങ്ങോട്ട് ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്ത് ഒരു എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഇല്ല സ്കേർട്ട് ഉണ്ടെങ്കിൽ ബബിൾസ് വരൂല്ലേ? പ്ലെയിൻ സ്ഥലമാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലടാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഡിസൈൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒട്ടിക്കട്ടെ, പെഡാക്കട്ടെ, പൂരിയാക്കട്ടെ അല്ലേ? നമുക്ക് വണ്ടി വലിക്ക് നോക്കിയാലൊക്കെ എന്തായി നമ്മുടെ പരിപാടികളെന്ന്. അപ്പൊ നമ്മളുടെ വണ്ടിയുടെ സൈഡിലത്തെ സംഭവം ഫുള്ള് ഒരു സൈഡ് ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. എല്ലാം ആയി. അപ്പൊ സൈഡായി അല്ലേ? മറ്റേ സൈഡ് കൂടി ആണ് ഇനി ചെയ്യാറുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ ഇനിയിപ്പോ പെയിന്റിങ് ചെയ്തിട്ട് നമ്മൾ ഇതിടും. എന്താ പറയാ, മറ്റേ ബീഡിങ് അല്ലേ? അത് ഈ ക്യാബിൻ ചെറിയ അനക്കം വരുമെന്നല്ലേ എപ്പോഴും? അതനുസരിച്ച് ഇത് ബോഡിന്നാണല്ലോ വരുന്നത് അല്ലേ? ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരുന്ന ബോഡിന്നാണ്. ഇത് ക്യാബിൻ സെപ്പറേറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരിക്കുമ്പോൾ ക്യാബിൻ ആറുന്ന സമയത്ത് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇക്ക പറയണത് അതിൽ
ഗ്യാപ്പ് ഇടണം, പിന്നെ മറ്റേ ഇത് ഇടണം അല്ലേ, ബീഡിങ് ഇടണം, മുട്ടിയാലും ചെറിയൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലുക്ക് അറിയണമെങ്കിൽ ഇല്ലേ മുകളിലത്തെ ഇത് കൂടി വേണമായിരുന്നു. ഇപ്പൊ മുകളിലത്തെ അയച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അത് പോയപ്പോൾ ഇതില്ല, രണ്ടും കൂടി ഉണ്ടെങ്കിലാണ് ശരിക്കും ആ ലുക്ക് അറിഞ്ഞേനെ. പിന്നെ എനിക്ക് തോന്നിക്കാ ഇപ്പൊ നമ്മളുടെ വണ്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലും ചില ആൾക്കാർ വരുമ്പോൾ പറയായിരിക്കും ഇനിയും ഹൈറ്റ് വേണമെന്ന്, ഇതിന് കുറച്ച് കിടി. അതായത് ഈ ഒരു ചളവിന് പകരം ഈ വളവിന് പകരം അപ്പൊ അങ്ങനെയുണ്ടെന്ന് വെച്ചാൽ താഴത്തോട്ട് കൂട്ടി കൊടുക്കും. അതിന്റെ ഇടയിൽ നമുക്ക് ഫൈബർ കട്ട് ചെയ്ത് കയറ്റി വെക്കാമല്ലോ. അല്ല, താഴത്തേക്ക് ഇനി കൂട്ടാനുള്ള സ്ഥലമില്ലല്ലോ, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. അതല്ല, ഇതിന് ഹൈറ്റ് കൊടുക്കുന്ന ചില ഈ മീൻ വണ്ടിയൊക്കെ കണ്ടെയ്നർ ഇതേപോലെ വെക്കണം. അങ്ങനെ പറ്റും. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് ഇതേ സെയിം ഉണ്ടാക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഒരു കുറച്ച് പൊക്കം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കാൻ പറ്റില്ലേ? ആക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് അതേപോലെ കൂടി ആയാലാണ് കേട്ടോ ഇതിന്റെ ഭംഗി ഫുള്ള് തിരിച്ചറിയുള്ളൂ. പോവാ നമ്മളിപ്പോ അവിടുന്ന് ഓരോ ഡിഗ്രിയും ബാക്കിലേക്ക് വലിച്ചു, കാരണം വെച്ചാൽ അത്രയും ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്താ ഗുണമെന്ന് വെച്ചാൽ ഇനി ബൈ ചാൻസ് അവൻ AC മുകളിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കയറും പായം വെക്കാനുള്ള സ്ഥലം ഓക്കെ ആയില്ലോ. മറ്റെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞു, പക്ഷേ എനിക്ക് അത് മനസ്സിലായിട്ടില്ല. ആ നമ്മുടെ സ്റ്റെപ്പിന്റെ കേസ് ഒരു പ്രശ്നമില്ലാണ്ട് പറ്റൂക്ക. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് കറക്റ്റ് സൂട്ടബിൾ ആയിട്ട് മനസ്സിലായില്ല. അതായത് ഈ ഒരു വിജാഗിരി ഉണ്ടല്ലോ, ഇതേപോലത്തെ ഒരു വിജാഗിരി 2 എണ്ണം നമ്മൾ ഇവിടെ അപ്പുറത്ത് വെൽഡ് ചെയ്യണു. അതും ഇതേപോലെ 2 സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് താഴത്തേക്ക് വെറുതെ കിടക്കണു, വീണ് കിടക്കണു. അല്ല, എപ്പോഴും വീണ് താഴത്തേക്ക് കിടക്കണു. ഇനിയിപ്പോ വല്ല ബാറ്ററിക്കോ വല്ല ഇതിന് പണി ഉള്ള സമയം ഉണ്ടെങ്കിൽ ആ സാധനം എടുത്ത് മുകളിലേക്ക് ഇവിടെ ഇത് ഉക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ തിരിക്കണ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയില്ലേ. അപ്പൊ 2 സ്റ്റെപ്പ് മുകളിലേക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ. മുകളിലേക്ക് ഇപ്പൊ ഓൾറെഡി ഇതേപോലത്തെ 2 ഇതുണ്ടല്ലോ. അപ്പൊ ചവിട്ടി കയറാനും പറ്റുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് പറ്റുകയാണെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു ഷേപ്പ് ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതേ ആകൃതിയിൽ ഇങ്ങനെ മൊത്തം വെച്ച് ഇനി ഈ ഒരു ഷേപ്പ് സൈഡും ശരിക്കും നമ്മൾ ഇതിന്റെ ഇതിലേക്ക് ഇങ്ങനെ ഒറ്റൊരു സ്ലൈഡിങ് പോലെ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതേപോലെ മോളാണെങ്കിൽ നമ്മൾ മറ്റേ ഉണ്ടാക്കിയിട്ടുള്ള ഷേപ്പിലേക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാണ്. എല്ലാം കൂടി വരുമ്പോൾ ഒറ്റൊരു മോൾഡ് പോലെ ആവില്ലേക്കാ. അല്ലെ, പെയിന്റിങ് മൊത്തം കഴിഞ്ഞാലാണ് തിരിച്ച് അങ്ങനെ ഒന്നും തിരിച്ചറിയില്ലാത്ത ഷേപ്പ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇവിടെ ഉഷാറായിട്ട് നടക്കുകയാണ്. ചേട്ടന്മാർ പണിത് ഭംഗിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അവിടെ മറ്റേ സംഭവത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ തൊപ്പി ഉരിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ, സാധനം കുറച്ച് പരിപാടികളും കാര്യങ്ങളും. അതല്ല, എനിക്കാണെങ്കിൽ എയർപോർട്ട് വരെ പോകണം. അളിയൻ എയർപോർട്ടിൽ വന്ന് നിൽക്കേണ്ടത് ദുബായിന്ന്. അപ്പോൾ അളിയൻ ആണോ? അപ്പോൾ ഇക്കയും പോവാണ്, ഞാനും പോവാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. കാരണം ഇന്ന് ഇപ്പോൾ വണ്ടിയുടെ പരിപാടി ഇത്രയും. ഇനിയിപ്പോൾ മോൾഡിൻ്റെ പരിപാടിക്ക് എന്തായിരുന്നു നോക്കിയിട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇതിൽ എന്താ പറയുക, ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ട ക്യാമറ ഇരിക്കണണ്ട, ഇങ്ങനെ പുറത്തേക്കുള്ള വ്യൂ കാര്യങ്ങൾ കാണിച്ചു തരാനാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയില്ല ചേട്ടാ? അവിടെ ഇരുന്ന് ചേട്ടാ. എന്തായി ആക്കില്ലേ? സാധനം സെറ്റായാ? എന്തൊക്കെയാ ആവുന്നുണ്ട്? ശരിയായിട്ടില്ല. ശരിയാവും. നെറ്റില്ലാത്ത സിമ്മൊന്നും പറ്റില്ല. സിമ്മും കറക്റ്റ് വേണം, നെറ്റുള്ള സിമ്മും വേണം, അതുപോലെ തന്നെ മറ്റേ ഇതും വേണം. അതെ. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നിൽക്കൂലടാ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഭാഗം അപ്പുറത്തേക്ക് വരാവുന്ന രീതിയിൽ വെക്കാൻ പറ്റില്ലായിരുന്നു? അങ്ങനെയാകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കണമെന്ന് ഈ വൃത്തികേട് കാണില്ല. തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരൊറ്റ മുള്ള അങ്ങനെ നിൽക്കും. മനസ്സിലായ? അപ്പൊ അത് അടിപൊളിയാവും അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇത് നിന്നെ ഞാൻ കാത്തു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോവണ്ടേ? അപ്പൊ ഞാൻ പൊക്കോട്ടെ. സംഭവം ഇങ്ങനെ ഇരിക്കും നമ്മളുടെ, പക്ഷെ തല തിരിച്ചാവും വെച്ചുണ്ടാവുമെന്ന് മാത്രം. ഒരുവിധം സെറ്റാക്കി എടുക്കുക. നമുക്കിനി ആ മോൾഡ് ഡിഗ്രി നോക്കാം. മോൾഡ് ഡിഗ്രി എന്തായാലും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. എവിടെ പോയി വിട്ടുപോയോ? സംഭവം സെറ്റാക്കാണ്. ഇക്കാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിയിലത്തെ ഒരു പീസ് കടി ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്കേ ഇതിന്റെ അടിയിലത്തെ ഈ പറയുന്ന സ്ഥലത്ത് മാത്രം ഇപ്പൊ തുറന്നു കിടക്കല്ലേ? മേളുവശം തുറന്നു കിടക്കല്ലേ? ആ സാധനത്തിന് ശരിക്കും പറഞ്ഞ ഒരു അടപ്പുണ്ടെന്ന് വിചാരിക്കുക. ഇതുണ്ടെങ്കിൽ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുഴഞ്ഞു പോവുകയും ചെയ്യാം, കയറി ഇരുന്നിട്ട് ബോട്ടായിട്ട് ഉപയോഗിക്കാം അല്ലേ? സുഖമായിട്ട് അതെ, യാത്ര ചെയ്യാം. അപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നോട്ടെ. ഇത് വലിയ കാര്യമായിട്ടൊന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണ്ട. നമുക്ക് അത്യാവശ്യം ഒന്ന് ഊരിയെടുക്കാം. പാറമടയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനത്തിന് കുറച്ച് ആൾക്കാർക്കൊക്കെ കയറിയിരുന്ന് എൻജോയ് ചെയ്യണമെന്ന് പറയില്ലേ, ആ പരിപാടികൾ ചെയ്യാം. ഇപ്പൊ ഇനിയിപ്പോ ഇതിന്റെ മോൾഡ് എടുക്കണം അല്ലേ? അയക്കാ മോൾഡ് എടുക്കണം. അതാണ്. കുത്തു നിൽക്കും അല്ലേ? അതായത് ഇതൊക്കെ കളയും നമ്മള്. അല്ല, ഇക്കപ്പൊ സ്ക്രൂ അയച്ചു കഴിയുമ്പോ ഫൈബറിൽ നിർത്തും.
ഓ പുള്ളി ഷീറ്റിട്ട് കഴിഞ്ഞു പുള്ളി. ഇങ്ങനെ ഫൈബർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതൊക്കെ സ്ക്രൂ കഴിക്കും. അതായത് നമ്മളിപ്പോ നിലവിൽ ഫൈബർ ചെയ്ത് കഴിഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് സ്ക്രൂ അയച്ചിട്ടാലും വിട്ടുപോയില്ല എന്നല്ലേ? അപ്പൊ ശരിയാണ്. അപ്പൊ ഈ സൈഡിലൊക്കെ കണ്ടില്ല നമ്മള് കട്ട് ചെയ്ത് ആദ്യം പുട്ടിയിടും അല്ലെ, എന്നിട്ട് വേണം ഫൈബർ ഇടാനായിട്ട്. അല്ല ഇനിയിപ്പോ നമ്മളുടെ അല്ലാണ്ട് അടുത്ത വരുന്ന വണ്ടികളുടെ ഒക്കെ ഈ ബാക്കിലടക്കം ഫൈബർ ചെയ്തിട്ടാവും ഉണ്ടാവുക. നമ്മളുടെ ബാക്കിൽ തകിടല്ലേ? തകിട വെച്ചിട്ടുള്ളതാ. പെയിന്റ് ചെയ്തിറക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഇനിയിപ്പോൾ നാളേക്കടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞ് അതുപോലെ പുട്ടിപ്പരിപാടിയും കഴിഞ്ഞ് നമുക്കിത് കയറ്റാവുന്ന കണ്ടീഷൻ ആവും കേട്ടോ. എന്നിട്ട് പിന്നെ പെയിന്റ് അടിക്കുക, നമ്മളുടെ ബാക്കിയുള്ള സാധനത്തിന് സെറ്റ് ചെയ്യുക. ഇനി അല്ലറ ചില്ലറ പറഞ്ഞ 2-3 സംഭവങ്ങളുള്ളൂ. മഡ്ഗാർഡിൻ്റെ പിന്നെ എന്നിട്ട് ആ കോണിയുടെ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? കുഴപ്പമില്ല. അതന്നെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അതായത് നമ്മളുടെ വീൽ കപ്പിന്റെ കാര്യം ചിലപ്പോൾ ശരിയാവുള്ളൂ, ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അത് നാളെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അതും ഓക്കെ. അപ്പൊ എല്ലാ സംഭവങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസം വരുമ്പോഴേക്കും ഒക്കെ സെറ്റ് ആവും. അപ്പൊ നാളെ ഞാൻ വരില്ല, മറ്റന്നാൾ വരും. മറ്റന്നാൾ വരുമ്പോഴേക്കും നല്ല അപ്ഡേഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് എന്താ പറയുക ഇരിക്കുക, നമ്മളുടെ എന്തൊക്കെയാണ് അപ്ഡേഷൻ എന്നുള്ളത് ഒക്കെ നോക്കുക. അപ്പോൾ ഇതുവരെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കാരണം വളരെയധികം ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ വണ്ടിക്ക് പണി ആഗ്രഹിക്കല്ല, പണി വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വല്ല ആൾക്കാരുണ്ടെങ്കിൽ നജീബിക്കയുടെ അടുത്തേക്ക് വർക്ക്ഷോപ്പിലേക്ക് വരിക. ആളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ കുറേ മോഡിഫിക്കേഷൻ ഇതുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം അവസാനിപ്പിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അപ്പോൾ എന്നെ പറയാറുണ്ട്. അപ്പോൾ ഇക്കയുടെ ചാനൽ കാണുക, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പൊക്കോട്ടെ കഴിഞ്ഞു അളിയൻ വരികയാണ്. അതായത് ഞാൻ പറഞ്ഞു നിതയുടെ ആങ്ങള ഗൾഫിൽ നിന്ന് വരികയാണ്. അവൻ ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇക്കായിട്ട് വർത്താനം പറഞ്ഞ അളിയൻ എന്നെ തെറി പറഞ്ഞു. അപ്പൊ പിന്നെ അത് നമ്മൾ മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ആള് വല്ല കാറ് വിളിച്ച് വീട്ടിൽ പോയി പോകാൻ വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ. ഓക്കെ, അളിയൻ വന്നു ഗായ്സ്. അളിയനും ദേ അനിയത്തി ബാക്കിലേക്കുണ്ട്. അവിടെ ഒന്ന് ഇവിടെ ഒന്ന് 2-3 കൊണ്ടുവരാന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? കൊല്ലം വരുമ്പോ ഓരോരുത്തർ അതാണ് പോളിസി. ഇനി അടുത്ത കൊല്ലം അടുത്ത ഒരാള് 3 അല്ലെ? എല്ലാ കൊല്ലവും നീ വരണം. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം അതെ, ഒരാള് കിട്ടി. അതെ, അങ്ങനെയാണ് അളിയൻ. അത് കഴിഞ്ഞ നിർത്തിട്ട് 10 കൊല്ലം നീ അടുപ്പിച്ച് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കണം അല്ലേ? ഞങ്ങൾക്കൊരു കൂട്ടുകുടുംബമാണോ ഒരു ജില്ലയ്ക്ക് പ്രഖ്യാപിക്കണം ആദ്യം. അപ്പൊ അളിയൻ പറഞ്ഞ വാക്ക് ഭരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അളിയൻ ആദ്യം ഫസ്റ്റ് അവിടെ ചെന്നപ്പോ പറഞ്ഞായിരുന്നു അവന് 10 പേരാണ് കുട്ടികളെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ 10 പേർക്കുള്ള ആള് തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ 2 പ്രാവശ്യം വന്നു, 2 പേരുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഓരോന്ന് കൂടുന്ന പറയണം. തനു കരയല്ലേ? തോമാച്ച നീ ഒരു ഹായ് കാണിക്കടാ. ഹായ് കാണിക്കടാ തോമാച്ച. ഇവിടെ നോക്ക്, ഹായ് പറഞ്ഞ ഹായ് ഹായ് കണ്ട. അവൻ ഭയങ്കര കലിപ്പനാ, കലിപ്പ തോമാച്ചൻ ഗൈസ്. അപ്പൊ അങ്ങനെ ദേ ഒരു തോമാച്ചനും ഒരു തോമാച്ചി. അവളുടെ പേരാണ് തനു. ശരിക്കുള്ള പേരെന്തുട്ടാ അവളുടെ? അല്ല ശരിക്കും തനഹാന്നാണോ? വീട്ടിൽ നമ്മൾ തനു വിളിക്കും. അത്രയാണ് അല്ലേ? പിന്നെ അതാണ് ശരിക്കുള്ള പേര്. പിന്നെ ഇവനെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറ്റി ഇരുത്തണേ എന്താ പറഞ്ഞത്. ദുബായിലൊക്കെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പാടില്ല, ബാക്ക് സീറ്റ് മാത്രമേ ഇരിക്കുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവനെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് ഇരുത്തിയതിന്റെ ഒരു കലാപരിപാടികളൊക്കെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അവിടെ നിർത്തണില്ല കേട്ടോ. പിന്നെ പെങ്ങളെ എന്താ പറയാനുള്ളേ? കൊച്ചു കരഞ്ഞിട്ടില്ലേ? ഇത് അത് കുഴപ്പമില്ല, ഓഫല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചു വണ്ടിയിൽ നിന്ന് ഭയങ്കര കച്ചറായിരുന്നു. ഇവരുടെ മൂഡ് പോയി. എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റ് പൊങ്ങാൻ നേരത്തും താഴെ നേരത്തൊക്കെ ചെവി അടയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവൾക്ക് അതൊട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുവരെ ഓക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കരച്ചിൽ തുടങ്ങിയത്. ലാൻഡ് ചെയ്യുമ്പോഴും പൊങ്ങുമ്പോഴും ഒക്കെ കരച്ചിൽ. പിന്നെ ആദ്യമായിട്ട് കയറണല്ലേ ഇവൻ? 2ാം പ്രാവശ്യം. അവൾ ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പൊ അതിന്റെ ചെറിയ അസ്വസ്ഥതകളുണ്ടാവും. പിള്ളേരുകളല്ലേ, അറിയില്ല.
രക്ഷയില്ല, ഭയങ്കര ശല്യായിരുന്നു. ആണോ? ഫ്ലൈറ്റിൽ വെച്ചിട്ട് ലാസ്റ്റ് സീറ്റിൽ നിന്ന് ഒരാൾക്കാരെ എത്തിച്ചു നോക്കി. DTS ആണോ? ഭയങ്കര സൗണ്ടാ. ഇവനെ സൗണ്ട് കുറവാ, ഭയങ്കര സൗണ്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ.